Good morning. I am Reshma from Malabar Polytechnic College. I am lecturer in mathematics. ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഇപ്രാവശ്യം എടുക്കുന്നത് വെച്ചാൽ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ സെറ്റ് 1 എന്ന് പറയുന്ന സെറ്റാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി 2021 സ്കീം പ്രകാരമുള്ളത് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് എക്സാമിൻ്റെ ടെൻഷനായിരിക്കും എല്ലാവർക്കും. അപ്പോൾ ഈ കുറച്ചൊരു ടൈം, ഒരു 1-1.5 മണിക്കൂർ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ സെറ്റ് 1 ക്വസ്റ്റ്യൻ പേപ്പറിന് വേണ്ടിയിട്ട് ഈ എക്സ്പ്ലെയിൻ ചെയ്യുന്ന വീഡിയോ നിങ്ങൾ എന്ത് ചെയ്യുക, കാണും. ഓക്കെ, അപ്പോൾ മാർക്ക് സിസ്റ്റം ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം. നമുക്ക് ടോട്ടൽ 1 into 9 ക്വസ്റ്റ്യൻസ്, 1 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അങ്ങനെ ടോട്ടൽ 9 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ്. പിന്നെ 3 into 8 ക്വസ്റ്റ്യൻസ് 3 മാർക്കിന് ഉണ്ടാവും. ദാറ്റ് ഈസ് ഈക്വൽ ടു 24 ഉണ്ടായിരിക്കും. പിന്നെ നമുക്ക് എന്താ പറഞ്ഞാൽ സിയിൽ ടോട്ടൽ 6 into 7 ദാറ്റ് ഈസ് ഈക്വൽ ടു 42. അപ്പോൾ ടോട്ടൽ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് എങ്ങനെയാണ്? എ പാർട്ടിൽ 1 into 9, ബി പാർട്ടിൽ 8 into 3, സി പാർട്ടിൽ 6 into 7 42. അപ്പോൾ ടോട്ടൽ മാർക്സ് ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്. മാക്സിമം 75 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ 75 മാർക്കാണ് നമുക്ക് ടോട്ടലായിട്ട്. ടോട്ടൽ മാർക്ക് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 75 മാർക്കിനാണ്. ഓക്കെ, ഇനി ക്വസ്റ്റ്യൻസ് നമുക്ക് ടൈപ്പ് ചെയ്തിട്ടാണ് നേരെ ക്വസ്റ്റ്യൻസിലേക്ക് കടക്കാം. അപ്പോൾ ഫസ്റ്റ് സെറ്റ് എന്ന് പറഞ്ഞാൽ പാർട്ട് എയിൽ വരുന്ന ക്വസ്റ്റ്യൻസ് ഞാൻ ജസ്റ്റ് എന്ത് ചെയ്യാം, എക്സ്പ്ലെയിൻ ചെയ്തിങ്ങനെ ഓരോന്നായിട്ടോ. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ കോൺജുഗേറ്റ് ഓഫ് 3 - 2y. First question, find the conjugate of 3 - 2y. അപ്പോൾ കോൺജുഗേറ്റ് കാണാനാണ് ചോദിച്ചിട്ടുള്ളത്. ഇത് നമുക്ക് തന്നത് എന്താണ്? ഒരു കോംപ്ലക്സ് നമ്പറാണ്. അപ്പോൾ കോംപ്ലക്സ് നമ്പറിന് പ്രത്യേകത എന്താണ്? ഒരു റിയൽ പാർട്ട് ഉണ്ടായിരിക്കും, ഒരു ഇമാജിനറി പാർട്ട് ഉണ്ടായിരിക്കും. അതിൻ്റെ കോൺജുഗേറ്റ് എന്ന് പറഞ്ഞാൽ 3 - 2y എന്നുള്ളത് എന്തായിരിക്കും? നമ്മൾ ഇമാജിനറി പാർട്ട് ഇവിടെ മൈനസ് ആണെങ്കിൽ നമ്മൾ എന്താക്കി മാറ്റും? അതിനെ പ്ലസ് ആക്കി മാറ്റും. പ്ലസ് ആണ് ഉണ്ടായിരുന്നെങ്കിൽ അതിനെ മൈനസ് ആക്കി കൺസിഡർ ചെയ്യും. അപ്പോൾ ജസ്റ്റ് ഫൈൻഡ് ദ കോൺജുഗേറ്റ് ഓഫ് 3 - 2y എന്നുള്ളതിൽ എന്തായിരിക്കും ആൻസർ വരിക? ഇസ് ഈക്വൽ ടു 3 + 2i. റിയൽ പാർട്ടിന് യാതൊരു ചേഞ്ചും ഇല്ല. ഇമാജിനറി പാർട്ട് ആയ പാർട്ട് മാത്രം നിങ്ങൾ എന്ത് ചെയ്ത് കൊടുക്കുക, ചേഞ്ച് ചെയ്ത് കൊടുക്കുക. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, റൈറ്റ് ദ ഇക്വേഷൻ ഓഫ് എ സ്ട്രെയിറ്റ് ലൈൻ ഇൻ സ്ലോപ്പ് ഇന്റർസെപ്റ്റ് ഫോം. റൈറ്റ് ദ equation of a straight line in slope intercept form. Okay, write the equation of straight line in slope intercept form. The straight line equation എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ y is equal to mx plus c. സ്റ്റാൻഡേർഡ് ഫോം ആണ്. സ്റ്റാൻഡേർഡ് ഫോം ഓഫ് സ്ട്രെയിറ്റ് ലൈൻ എന്താണ്? y is equal to mx plus c. ഇതിൽ m എന്ന് പറയുന്നതാണ് എന്തെന്ന് പറയുന്നത്? സ്ലോപ്പ് എന്ന് പറയുന്നത്. m is equal to slope and c എന്ന് പറഞ്ഞാൽ എന്താണ്? കോൺസ്റ്റന്റ് ആണ്. അത് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഈസിയാണ്, ജസ്റ്റ് ഒന്ന് ഓർത്താൽ മതി നിങ്ങൾക്ക്. തേർഡ് ക്വസ്റ്റ്യൻ, റൈറ്റ് ദ എക്സ്പ്രഷൻ ഫോർ sin 2a. എക്സ്പ്രഷൻ ഫോർ sin 2a. sin 2a എന്ന് പറഞ്ഞാൽ നമ്മുടെ ട്രിഗ്നോമെട്രിയിൽ വന്ന സെക്ഷനിലുള്ള ക്വസ്റ്റ്യൻ ആണ്. sin 2a is equal to എന്താ വരിക? 2 sin a into cos a. 2 sin a into cos a. ഓക്കെ, ഇനി ഫോർത്ത് കുറേ എണ്ണം ഇക്വേഷൻസ് ഡയറക്റ്റ്ലി ചോദിച്ചിട്ടുണ്ട് ക്വസ്റ്റ്യൻസ് ഒക്കെ. നെക്സ്റ്റ്, ഇവാലുവേറ്റ് sin 60 into cos 30 plus cos 60 into sin 30. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഓക്കെ, ഇതിൽ നമ്മൾ ഈ ട്രിഗ്നോമെട്രിയിലുള്ള സെക്ഷൻ തന്നെയാണ്. ഇത് ജസ്റ്റ് എന്ത് ചെയ്താൽ മതി, സ്റ്റാൻഡേർഡ് ആംഗിൾസിന്റെ വാല്യൂ ഡയറക്റ്റ്ലി അറിയുന്നുണ്ടെങ്കിൽ ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. sin 60ന്റെ വാല്യൂ എന്താണ്? sin 60 എന്ന് പറഞ്ഞാൽ √3/2. cos 30 എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? √3/2 പ്ലസിന് യാതൊരു ചേഞ്ചും ഇല്ല. cos 60 is equal to 1/2 into 1/2. That is equal to എന്താ പറയുക? √3 into √3 that is equal to എന്താ പറയുക? 3/4 പ്ലസ് അടുത്തതോ 1/2 into 1/2 that is equal to 1/4 that is equal to 4/4 that is equal to 1. അപ്പോൾ sin 60യുടെ ഈ സ്റ്റാൻഡേർഡ് വാല്യൂസ് അറിയുന്നുണ്ടെങ്കിൽ ഈസി ആയിട്ട് നമുക്ക് എന്തിലേക്ക് എത്താം? ആൻസറിലേക്ക് എത്താം. ഇനി ഇതേ വാല്യൂസിന് മാത്രം ചേഞ്ച് ആയിട്ടായിരിക്കും നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ വരാൻ സാധ്യത. അപ്പോൾ നമ്മൾ ആ സ്റ്റാൻഡേർഡ് 0 മുതൽ 90 ഡിഗ്രി വരുന്ന റിലേറ്റഡ് ആംഗിൾസിൻ്റെ സൈന്, കോസ്, ടാൻ നിങ്ങൾ നന്നായിട്ട് നോക്കുക. ഓക്കെ, അപ്പോൾ ഫോർത്ത് ക്വസ്റ്റ്യൻ വരെ നമ്മൾ ചെയ്തു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ,
ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ ഇവാലുവേറ്റ് limit x tends to 0 2x plus 3 divided by 3x minus 5 ഇതാണ് ക്വസ്റ്റ്യൻ. ഇവാലുവേറ്റ് ഇത് ഏതാണ് ക്വസ്റ്റ്യൻ വന്നുള്ളത്? ജസ്റ്റ് ലിമിറ്റ് എന്നുള്ള സെക്ഷനിലാണ് ക്വസ്റ്റ്യൻ വന്നത്. ഇവാലുവേറ്റ് ലിമിറ്റ് x tends to 0 2x plus 3 divided by 3x minus 5 എന്നാണ് ക്വസ്റ്റ്യൻ. ലിമിറ്റിൽ കുറച്ച് ഡിഫറെന്റ് മെത്തേഡ്സ് ഉണ്ട്. ഇത് ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ് എന്നാണ് പറയുന്നത്. ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, എക്സിന് എന്താണോ വാല്യൂ നെക്സ്റ്റ് ടെൻസ് ടു എത്രയാ x tends to 0 ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇവിടെ ഇക്വേഷനിൽ എവിടെയൊക്കെ എക്സ് തന്നോ അവിടെയൊക്കെ എന്ത് ചെയ്യാം, എക്സിന്റെ വാല്യൂ 0 കൊടുക്കുക, ബാക്കി വരുന്ന വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താ വരാം 2 into 0 plus 3 divided by 3 into 0 minus 5 that is equal to 3 by minus 3 by 5. അപ്പോൾ അതൊന്ന് ക്ലിയർ ആക്കി ചെയ്യാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ സ്റ്റേറ്റ് പ്രൊഡക്റ്റ് റൂൾ ഓഫ് ഡിഫറൻസിയേഷൻ. പ്രൊഡക്റ്റ് റൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയാം. പ്രൊഡക്റ്റ് റൂൾ സ്റ്റേറ്റ് പ്രൊഡക്റ്റ് റൂൾ എന്താണ്? d/dx ഓഫ് uv. ഇതാണ് നമ്മുടെ പ്രൊഡക്റ്റ് റൂൾ എന്ന് പറയുന്നത്. പ്രൊഡക്റ്റ് റൂൾ എന്ന് പറയാൻ കാരണം എന്താണ്? ഇവിടെ u into v, therefore it is known as product rule. d/dx of u into v എന്ന് പറയുന്നത് എന്താണ്? u into d/dx of v plus v into d/dx of u. അതൊന്ന് ഓർത്ത് വെക്കുക. പ്രൊഡക്റ്റ് റൂളും കോഷ്യന്റ് റൂൾ എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആണ്. എക്സാമിന് എപ്പോഴും ചോദിക്കാറുണ്ട്. പ്രൊഡക്റ്റോ കോഷ്യന്റോ എന്തായാലും ഉണ്ടാവും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഡിഫറൻഷിയേറ്റ് x log x with respect to x. Differentiate x log x with respect to x എന്നാണ് ക്വസ്റ്റ്യൻ. ഇതിപ്പോൾ നമുക്ക് തന്നിട്ടുള്ളത് ഡിഫറൻഷിയേറ്റ് എന്നാണ്, വേർഡ്സിലാണ് തന്നിട്ടുള്ളത്. ഡിഫറൻഷിയേറ്റ് എന്ന് കണ്ടാൽ ഒന്നും പേടിക്കാതെ എന്തെങ്കിലും ഉദ്ദേശിക്കുന്നത് d/dx ഓഫ് എന്താണ് x log x. അതിൽ x log x എന്ന് പറഞ്ഞാൽ ഇവിടെ ഏതാണ് നോക്കൂ. നേരത്തെ ക്വസ്റ്റ്യൻ്റെ കൺഫ്യൂഷൻ പോലെ തന്നെ എനിക്ക് തോന്നും. u into v എന്ന് നമ്മൾ സെലക്ട് ചെയ്തില്ലേ, അതേപോലെ തന്നെ x എന്നുള്ള ടേമിൽ u ആക്കി എടുക്കുക, log x എന്താക്കി എടുക്കുക, v ആക്കി കൺസിഡർ ചെയ്യാം. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഫോർമുല എന്താ ചേഞ്ച് വരിക? x into d/dx ഓഫ് log x പ്ലസ് അടുത്തതോ log x into d/dx ഓഫ് നെക്സ്റ്റ് ഏതാ x. that is equal to x അങ്ങനെ തന്നെ log x നെ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ എന്താ 1/x plus log x into x നെ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ 1. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് ചെറുതാക്കി എഴുതാൻ that is equal to എന്ത് വരും 1 plus log x. ഈ xും ക്യാൻസൽ ചെയ്ത് നമുക്ക് എന്ത് എഴുതാം 1 plus log x. അല്ലെങ്കിൽ ഈ സ്റ്റെപ്പ് എഴുതി വെച്ചാലും കറക്റ്റ് ആണ് ആൻസർ. ഓക്കെ, അപ്പോൾ പ്രൊഡക്റ്റ് റൂൾ ഒരിക്കലും ഒഴിവാക്കണ്ട, ഒന്നുകൂടി ഓർത്ത് വെക്കുക. d/dx ഓഫ് u into v എന്ന് പറഞ്ഞാൽ എന്താണ്? u into d/dx ഓഫ് v plus v into d/dx of u എന്ന് ഓർത്ത് വെക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 8th ക്വസ്റ്റ്യൻ find dy/dx if x square plus y square equal to 25. നമുക്ക് എങ്ങനെ കാണാൻ വെച്ചാൽ dy/dx കാണണം. എന്താണ് തന്നുള്ള ഇക്വേഷൻ? x square plus y square equal to 25. നമുക്ക് ഡയറക്റ്റ്ലി ക്വസ്റ്റ്യൻ തന്നത്. അപ്പോൾ നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യണം. x സ്ക്വയറിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറഞ്ഞാൽ that is equal to 2x. y സ്ക്വയറിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്ന വരാം 2y into dy/dx. 25 എന്ന് പറഞ്ഞാൽ എന്താ? ഒരു കോൺസ്റ്റന്റ് ആണ്. കോൺസ്റ്റന്റ് ഡിഫറൻഷിയേറ്റ് ചെയ്താൽ that is value is equal to 0. എന്നതിന് ശേഷം എന്താ ചെയ്യാം? നമുക്ക് കണ്ടുപിടിക്കേണ്ട ആരാണ്? dy/dx ആണ് കാണുന്നത്. അപ്പോൾ ആ ടേമിന് അവിടെ നിർത്തുക. അപ്പോൾ എന്താ വരാ 2y into dy/dx equal to എന്ത് വരും? ഈ 2x അങ്ങോട്ട് പോകുമ്പോൾ എന്ത് വരും? -2x. ഇനി അടുത്ത സ്റ്റെപ്പ് നമുക്ക് എന്ത് ചെയ്യാം? dy/dx ഉള്ളത് കാണാം. dy/dx equal to -2x divided by എന്ത് വരും? 2y. ഒന്നും കൂടി വെട്ടി ചെറുതാക്കി കഴിഞ്ഞാൽ നമുക്ക് എന്ത് എഴുതാം? -x/y. ക്ലിയർ അല്ലേ? അപ്പോൾ ഒന്ന് ശ്രദ്ധിക്കാൻ വിചാരിച്ചാൽ y എന്ന് പറയുന്ന വേരിയബിളിനെ വിത്ത് റെസ്പെക്ട് ടു x ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് എഴുതാൻ മറക്കരുത്? dy/dx എന്ന് എഴുതണം. അതൊന്ന് ഓർത്ത് വെക്കുക. ബാക്കി നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. കോൺസ്റ്റന്റ് ഡിഫറൻഷിയേറ്റ് ചെയ്താൽ എന്താണ് വാല്യൂ? 0 ആണെന്ന് ഒന്ന് ഓർത്ത് വെക്കുക. ഓക്കെ, അപ്പോൾ ഈ പ്രോബ്ലംസ് ആയി. ഈ 9th ക്വസ്റ്റ്യൻ if y is equal to sin x.
8th ക്വസ്റ്റ്യൻ വരെ നിങ്ങൾ വളരെ സ്ലോയിലാണ് ഞാൻ ക്ലാസ് എടുത്ത് പോകുന്നത്. നിങ്ങൾ അതിനനുസരിച്ച് തന്നെ നിങ്ങളെ ക്വസ്റ്റ്യൻ എഴുതിയെടുക്കുക, ഓരോന്നോരോന്ന് ചെയ്ത് നോക്കുക. ഓക്കെ, എക്സാം ഒക്കെ ഈസി ആയിരിക്കും, യാതൊന്നും ടെൻഷൻ അടിക്കരുത്. 9th ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇഫ് y is equal to sin x, y is equal to sin x, find d square y by dx square. അപ്പോൾ ഇതാണ് ക്വസ്റ്റ്യൻ. 9th ക്വസ്റ്റ്യൻ y എന്ന് പറഞ്ഞാൽ നമുക്ക് തന്നിട്ടുണ്ട്, എന്ത് കാണാനാണ് ചോദിച്ചത്? d square y by dx square. നേരത്തെ പ്രോബ്ലംസ് ഒക്കെ എന്ന് പറഞ്ഞു നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്തത് എന്താ? ഒരു സിംഗിൾ ഡിഫറൻസിയേഷൻ മാത്രമേ നടത്തിയിട്ടുണ്ടായിരുന്നുള്ളൂ. ഇവിടെ എന്ന് പറഞ്ഞാൽ d square y by dx square എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? സെക്കൻഡ് ഡെറിവേറ്റീവ് കാണാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് ഡെറിവേറ്റീവ് കണ്ട് കിട്ടുന്ന ഉത്തരത്തിന് ഒന്നും കൂടി ഡെറിവേറ്റ് ചെയ്ത് നമുക്ക് ആരെ കിട്ടും? d square y by dx square കിട്ടും. അപ്പോൾ ഇതിൽ നമുക്ക് എന്താ ചെയ്യാം? നമുക്ക് നോർമലി y equal to sin x എന്ന് പറയുന്ന ടേമിനെ ആക്കിയിടാം. എന്നിട്ട് dy by dx equal to sin x ഡിഫറൻഷിയേറ്റ് ചെയ്ത് എന്താ കിട്ടുക? cos x. ഇനി ഒന്നും കൂടി ഡിഫറൻഷിയേറ്റ് ചെയ്യണം. അപ്പോൾ എന്താ വരിക? d square y by dx square is equal to cos x ഡിഫറൻഷിയേറ്റ് ചെയ്താൽ എന്താ കിട്ടുക? minus sin x. ഓക്കെ, ഈസിയാണ്. 9 പ്രോബ്ലംസ് നമ്മൾ ചെയ്തു. ഈ 9 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 1 into 9 എത്ര മാർക്സ് സ്കോർ ചെയ്യാൻ പറ്റി? 9. ഇതിൽ ഈസി ആയ പ്രോബ്ലംസ് ആണ് 1 മാർക്ക് ചോദിക്കുന്നതൊക്കെ. ഓക്കെ, ആ രീതിയിൽ ചെയ്തു പോവാം. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് പാർട്ട് ബിയിലേക്ക് പോവാം. പാർട്ട് ബിയിൽ ഒരു ക്വസ്റ്റ്യൻ 3 മാർക്സ് വെച്ചിട്ടാണ് ചെയ്യാനുള്ളത്. ഓക്കെ, പാർട്ട് ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈസിയാണ്, ടഫുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും വന്നിട്ടൊന്നുമില്ല. അതും കോംപ്ലക്സ് നമ്പേഴ്സ് എന്നാണ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ആ പഠിക്കുന്ന സമയത്ത് കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ട ഏരിയ എന്ന് പറഞ്ഞാൽ ഒന്ന് കോംപ്ലക്സ് നമ്പർ നന്നായി ഫോക്കസ് ചെയ്യുക, പിന്നെ ഡിഫറൻസിയേഷൻ, പിന്നെ ട്രിഗ്നോമെട്രി ഭയങ്കര വൈഡാണെങ്കിൽ കൂടി നിങ്ങൾ മോഡൽ സെറ്റ് ക്വസ്റ്റ്യൻ പേപ്പറിൽ ക്വസ്റ്റ്യൻസ് കൂടുതൽ അതിന് അത്ര വന്നിട്ടില്ല. അപ്പോൾ നിങ്ങൾ കൂടുതൽ കോംപ്ലക്സ് നമ്പറും ഡിഫറൻസിയേഷൻ ഒക്കെ ചെയ്യുന്ന സെക്ഷനിൽ കൂടുതൽ നന്നായിട്ട് വർക്കൗട്ട് ചെയ്യുക പ്രോബ്ലംസ്. ഓക്കെ, ഇനി പാർട്ട് ബിയിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ find the sum and difference of complex number. കോംപ്ലക്സ് നമ്പർ നമുക്ക് തന്നിട്ടുണ്ട്. ആൽഫബറ്റും തന്നില്ല, ജസ്റ്റ് ഞാനിപ്പോൾ ഇങ്ങനെ എടുത്തെഴുതി. a is equal to 2 minus 3i യും b is equal to minus 4 minus i ഞാൻ എടുത്തെഴുതി. ഈ രണ്ട് നമ്പേഴ്സാണ് തന്നിട്ടുള്ളത്. ഇവർക്ക് എന്ത് കാണാനാണ് ചോദിച്ചിട്ടുള്ളത്? സമ്മും കാണാം, നമുക്ക് എന്തും കാണണം, ഡിഫറൻസും കാണണം. അപ്പോൾ സമ്മ് കാണാം നമുക്ക് ഫസ്റ്റ്. കോംപ്ലക്സ് നമ്പറിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ സമ്മ് കാണുന്ന സമയത്തായാലും ഡിഫറൻസ് കാണുകയാണെങ്കിൽ റിയൽ പാർട്ടുകൾ മാത്രം കൂട്ടുക, ഇമാജിനറി പാർട്ട് വേറെ തന്നെ ചെയ്യും. അപ്പോൾ 2 minus 4 ആഡ് ചെയ്യാനാണ് ചോദിച്ചത്. അപ്പോൾ കാൽക്കുലേറ്റർ യൂസ് ചെയ്യാണ് ഏറ്റവും ബെറ്റർ. എല്ലാത്തിലും തെറ്റിക്കുന്നവരാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 2 plus minus 4 എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താ കിട്ടുക? -2. നെക്സ്റ്റോ -3 plus -1. ഈ അതിൻ്റെ മുന്നിൽ ആരുണ്ട്? 1 ഉണ്ട്. അതിന് മറന്നു പോകരുത്. 1 എന്ന് പറയുന്ന നമ്പർ നമ്മളവിടെ കാണാത്ത രീതിയിലൂടെ ചെറിയ പണിക്കാൻ കിട്ടും. അപ്പോൾ അതിന് മുന്നിലായിട്ട് 1 ഉണ്ട്, കൺസിഡർ ചെയ്യുക. അപ്പോൾ -3 plus -1 that is equal to -4 ആയി. ഇപ്പോൾ ഈ കിട്ടിയത് എന്താണ്? നമുക്ക് a plus b ആണ്. ഓക്കെ, ഇനി നമുക്ക് എന്ത് കാണാം? a minus b. ഡിഫറൻസ് കാണാൻ വെച്ചിട്ടല്ലോ. ഡിഫറൻസ് കാണുന്ന സമയത്തോ 2 minus -4 that is equal to എന്തായി മാറി? 6. റിയൽ പാർട്ട് എന്താ വരിക? 6ഉം ഈ സൈഡോ മൈനസ് ഇമാജിനറി പാർട്ട് -3 minus -1 that is equal to എന്ത് വരും? -2 ആയി. ഓക്കെ, അപ്പോൾ റിയൽ പാർട്ട് 6ഉം ഇമാജിനറി പാർട്ട് -2. ഇത് അഡീഷണൽ ആണെങ്കിൽ -2 -4 ആയി. അപ്പോൾ സം ആൻഡ് ഡിഫറൻസ് ഓഫ് എ കോംപ്ലക്സ് നമ്പർ ഇങ്ങനെയാണ് ചെയ്യുക. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഫൈൻഡ് ദ മോഡുലസ് ആൻഡ് ആംപ്ലിറ്റ്യൂഡ് ഓഫ് √3 plus i. അതാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഫൈൻഡ് ദ modulus and amplitude of √3 plus i. Find the modulus and amplitude of √3 plus i ആണ് കാണിച്ചത്. അപ്പോൾ മോഡുലസ് എന്ന് പറഞ്ഞാൽ നോർമലി നമ്മളൊരു കോംപ്ലക്സ് നമ്പറിനെ റെപ്രസെന്റ് ചെയ്യുന്ന ഫോമാറ്റ് എന്താ? x plus y i അല്ലെങ്കിൽ x plus i y. അപ്പോൾ x plus y i എന്നാണ് നമ്മൾ കോംപ്ലക്സ് നമ്പറിനെ റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് തന്നിട്ടുള്ള നമ്പർ ഏതാണ്? √3 plus i എന്നാണ് തന്നിട്ടുള്ളത്. അപ്പോൾ ഇതിൽ നമുക്ക് ആദ്യം ആരെ കാണണം? മോഡുലസ് കാണണം. മോഡുലസ് is equal to √(x² + y²
സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ദാറ്റ് ഈസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ആരാണ് നമുക്കുള്ളത് എക്സ് ഈസ് ഈക്വൽ ടു ആരാ ദാറ്റ് ഈസ് ഈക്വൽ ടു √3. അപ്പോൾ √3 ഹോൾ സ്ക്വയർ പ്ലസ് അവിടെ വൈൻ്റെ പകരം ആരാണ് ദാറ്റ് ഈസ് ഈക്വൽ ടു 1 ദാറ്റ് ഈസ് ഈക്വൽ ടു 3 പ്ലസ് 1 ദാറ്റ് ഈസ് ഈക്വൽ ടു √4 ദാറ്റ് ഈസ് ഈക്വൽ ടു 2. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ എന്ത് കാണാം മോഡൽസ് കാണാം. നെക്സ്റ്റ് എന്താ കാണാൻ പറ്റുന്നത് ആംപ്ലിറ്റ്യൂഡ് ആണ് കാണാൻ പറ്റുന്നത്. ആംപ്ലിറ്റ്യൂഡ് ഈസ് ഈക്വൽ ടു തീറ്റ ദാറ്റ് ഈസ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് എന്ത് വരും y ബൈ എക്സ്. y എന്ന് പറഞ്ഞാൽ നമുക്ക് ക്വസ്റ്റ്യൻ എന്താണ് y ഈസ് ഈക്വൽ ടു 1 ബൈ √3. അപ്പോൾ സോറി ടാൻ ഇൻവേഴ്സ് വരും. അപ്പോൾ കാൽക്കുലേറ്റർ അടിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ആൻസർ ആവും ടാൻ ഇൻവേഴ്സ് 1 ബൈ √3. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോവാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഫൈൻഡ് ദ ക്ലിയർ അല്ലേ കോംപ്ലക്സ് നമ്പർ ക്വസ്റ്റ്യൻസ് ആണ് ഇതൊക്കെ വന്നിട്ടുള്ളത്. കോംപ്ലക്സ് നമ്പർ നിങ്ങൾ നന്നായി ഫോക്കസ് ചെയ്യണം, ഒഴിവാക്കരുത്. കോംപ്ലക്സ് നമ്പർ ഈസിയാണ്, പെട്ടെന്ന് ഒരു കുറച്ച് ടൈം എടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് അത് മനസ്സിലാക്കി എടുക്കാൻ പറ്റും. അടുത്ത ക്വസ്റ്റ്യൻ ഫൈൻഡ് ദ തേർഡ് ക്വസ്റ്റ്യൻ find the equation to a straight line having x intercept, x and y intercept, 3 and 5 respectively. Find the equation of a straight line having x and y intercept 3 and 5 respectively. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ്റെ എന്താ ഉദ്ദേശിച്ചത് ഇക്വേഷൻ ഓഫ് സ്ട്രേറ്റ് ലൈൻ കാണണം. നമുക്ക് എക്സ് ഇന്റർസെപ്റ്റും തന്നിട്ട് വൈ ഇന്റർസെപ്റ്റും തന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഇക്വേഷൻ ഉണ്ടാക്കണം. അതിൻ്റെ ഫോർമാറ്റ് എന്ന് പറഞ്ഞാൽ എക്സ് ബൈ എ പ്ലസ് വൈ ബൈ ബി ഈസ് ഈക്വൽ ടു 1 എന്നാണ് നമ്മുടെ നോർമൽ ഇക്വേഷൻ ഫോർ എ സ്ട്രേറ്റ് ലൈൻ വിത്ത് ഗിവിംഗ് എക്സ് ഇന്റർസെപ്റ്റും വൈ ഇന്റർസെപ്റ്റും തരികയാണെന്നുണ്ടെങ്കിൽ ഇക്വേഷൻ. ഈ ക്വസ്റ്റ്യൻ നമുക്ക് എന്ത് തന്നിട്ടുണ്ട് എക്സ് ബൈ എ എന്ന് പറഞ്ഞാൽ എക്സ് ഇന്റർസെപ്റ്റ് എത്രയാണ് തന്നിട്ട് 3 ആണ് തന്നിട്ടുണ്ട്. വൈ ഇന്റർസെപ്റ്റ് എത്രയും തന്നിട്ടുണ്ട് വൈ ഇന്റർസെപ്റ്റ് ഈസ് ഈക്വൽ ടു 5 ദാറ്റ് ഈസ് ഈക്വൽ ടു 1 എന്ന് കൊടുക്കാം. ഓക്കെ, 5 ആണ്. ഇനി എന്ത് ചെയ്യാം ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. 5x പ്ലസ് 3y ഡിവൈഡ് ബൈ 15 ഈസ് ഈക്വൽ ടു എന്ത് വരും 1 ആണ് വരും. നമുക്ക് ഒന്നുകൂടി ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് എന്ത് വരും 5x പ്ലസ് 3y ഈസ് ഈക്വൽ ടു 15. നെക്സ്റ്റ് സ്റ്റെപ്പ് നമുക്ക് ഒന്നുകൂടി ചെറുതാക്കാം. yx പ്ലസ് 3y മൈനസ് 15 ഈസ് ഈക്വൽ ടു 0. അപ്പോൾ ഇത് വരെയെങ്കിലും എഴുതി വയ്ക്കാം. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. എന്നതിന് ശേഷം എന്ത് ചെയ്യാം ഇത് മാർക്ക് ചെയ്ത് എക്സ് ബൈ എ പ്ലസ് വൈ ബൈ ബി ഈസ് ഈക്വൽ ടു 1 എന്നുള്ള കാര്യം ഓർത്ത് വെക്കാം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഫോർത്ത് ക്വസ്റ്റ്യൻ ഇഫ് tan theta equal to 1 find sin theta and cos theta എന്നാണ് ക്വസ്റ്റ്യൻ വെച്ചത്. ഓക്കെ, നമുക്കറിയാം ട്രിഗണോമെട്രിയിൽ വരുന്ന ക്വസ്റ്റ്യൻസ് ആണ്. നിങ്ങൾക്ക് രണ്ട് രീതിയിൽ ഈ പ്രോബ്ലം ചെയ്യാം. ഞാൻ കുട്ടികൾക്ക് അധികം പെട്ടെന്ന് മനസ്സിലാവുക എന്ന് വെച്ചാൽ ഈ tan theta എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ tan theta is equal to എന്താ ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ്. ഓപ്പോസിറ്റ് സൈഡ് 1/1 എന്ന് കൺസിഡർ ചെയ്യാം. നമുക്കപ്പോൾ 1/1 കിട്ടി. സൈൻ തീറ്റ എന്ന് പറഞ്ഞാൽ എന്താ ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് ആണെന്ന് അറിയാം. ഓക്കെ, അപ്പോൾ ഈ ക്വസ്റ്റ്യൻ നിന്ന് നമുക്ക് എന്ത് കണ്ടുപിടിക്കണം ഹൈപ്പോട്ടന്യൂസ് കണ്ടുപിടിക്കണം. ഹൈപ്പോട്ടന്യൂസ് ഈസ് ഈക്വൽ ടു 1√1 സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ ദാറ്റ് ഈസ് ഈക്വൽ ടു √2. അപ്പോൾ സൈൻ തീറ്റ എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്. ഓപ്പോസിറ്റ് സൈഡ് ക്വസ്റ്റ്യനിൽ ഗിവൺ ആണ് 1 ആണ്. ഹൈപ്പോട്ടന്യൂസ് എന്ന് നമുക്ക് കണ്ടുപിടിച്ചത് എന്ത് കിട്ടിയിട്ടുണ്ട് √2 കിട്ടിയിട്ടുണ്ട്. അപ്പോൾ സൈൻ തീറ്റ ഈസ് ഈക്വൽ ടു 1/√2. നെക്സ്റ്റോ cos തീറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം അഡ്ജസൻറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്. അഡ്ജസൻറ്റ് സൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ് എന്ന് പറഞ്ഞാൽ 1 ആണ്. ഹൈപ്പോട്ടന്യൂസ് പറഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടിയിട്ടുണ്ട് 1/√2. അപ്പോൾ സൈൻ തീറ്റയും കോസ് തീറ്റയും കാണാനുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു, ഈസി ആയിരുന്നു. തന്നത് ഏത് എഡിറ്റ് ചെയ്തോട്ട് 2, 3, 4 ഏത് നമ്പേഴ്സ് ആണെങ്കിലും നിങ്ങൾ ഡിനോമിനേറ്ററിൽ എന്ത് കൺസിഡർ ചെയ്താൽ മതി 1 കൺസിഡർ ചെയ്തിട്ട് പ്രോബ്ലം ചെയ്യാം. ഓക്കെ, ഈ രണ്ട് പ്രോബ്ലം ക്ലിയർ ആണെന്ന് തോന്നുന്നു. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഫോർത്ത് 2021 സ്കീം എൻ്റെ ഒരു അഭിപ്രായ പ്രകാരം 2015 സ്കീമിനെക്കാട്ടി ഈസിയാണ് നിങ്ങൾക്ക്. സത്യത്തിൽ സ്കോർ ചെയ്യാനും ഈസിയാണ്.
എ എന്ന് തെളിയിക്കാൻ പറ്റുള്ളൂ. ഒന്നുകൂടി ശ്രദ്ധിക്കുക. sin 2a എങ്ങനെ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം? 2 sin a into cos a സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഡിവൈഡ് ബൈ 1 plus cos 2a എന്നിടത്ത് എന്ത് കൊടുക്കാം? 2 cos square a എന്ന് കൊടുക്കാം. അതിന് നമുക്ക് നെക്സ്റ്റ് സ്റ്റെപ്പിൽ എന്തായിരിക്കും? ഈ 2 നമുക്ക് എന്ത് ചെയ്യാം? ക്യാൻസൽ ചെയ്യാം. cos square എന്നാണ് ഇവിടെ ആരാണുള്ളത്? cos a ആണ്. ക്യാൻസൽ ചെയ്ത് പോകും. ബാക്കി ആരുണ്ടാവും ഇക്വേഷനിൽ? sin a ബൈ ആരുണ്ടാവും? cos a that is equal to എന്താ പറയുക? tan a. പ്രൂവ് ചെയ്യാനുള്ള തെറ്റില്ലായിരിക്കും. ഇപ്പോൾ സ്റ്റെപ്പുകൾ 3 മാർക്കിനൊക്കെ വളരെ ഈസിയാണ്. sin 2a എക്സ്പാൻഡ് ചെയ്യുക, 1 plus cos 2a ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, വെട്ടി ചെറുതാക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ മാക്സിമം ക്യാൻസൽ ചെയ്ത് ലാസ്റ്റ് ആൻസറിലേക്ക് പോവാം. ഓക്കെ, ഇനി ഇവാലുവേറ്റ് 6th ക്വസ്റ്റ്യൻ. ഇവാലുവേറ്റ് ലിമിറ്റ് തീറ്റ ടെൻഡ്സ് ടു 0 sin 2 theta by 3 theta. ക്വസ്റ്റ്യൻ അത്ര ക്ലിയർ അല്ല, എന്നാലും അങ്ങനെ തന്നെയാണ് തോന്നുന്നത്. ഇവാലുവേറ്റ് ലിമിറ്റ് തീറ്റ ടെൻഡ്സ് ടു 0 sin 2 theta by 3 theta എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്കറിയാം നോർമലി ലിമിറ്റ് തീറ്റ ടെൻഡ്സ് ടു 0 sin theta by theta is equal to 1. ഈ ആപ്ലിക്കേഷൻ ആണ് യൂസ് ചെയ്യാൻ നമുക്ക് മനസ്സിലാവും. അപ്പോൾ നമുക്ക് sin theta by theta എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് എഴുതാം? 1 ആണ് എഴുതാം. പക്ഷെ നമുക്കിവിടെ തീറ്റയല്ല തന്നുള്ളത്. എന്താ തന്നുള്ളത്? sin 2 theta ആണ് തന്നുള്ളത്. അപ്പോൾ നമ്മൾ പ്രോബ്ലത്തിൽ വരുന്ന മാറ്റം എന്തായിരിക്കും? ലിമിറ്റ് തീറ്റ ടെൻഡ്സ് ടു 0 sin 2 theta ഡിവൈഡഡ് ബൈ എന്ത് കൊടുക്കുക? ഒരു 2 കൂടി കൊടുക്കുക, 2 theta. നമുക്കിവിടെ ഓർഡിനറി ആര് കിടക്കുന്നുണ്ട്? 1/2 കിടക്കേണ്ട അവിടെ കിടക്കട്ടെ. ഇൻറ്റു sin 2 theta by 2 theta ഇൻറ്റു നമുക്ക് വെറുതെ ഒരു 2 ഇടാൻ പറ്റില്ല. നമ്മൾ ന്യൂമറേറ്റർ ആരോട് മൾട്ടിപ്ലൈ ചെയ്യണം? ഒരു 2 കൊണ്ട് മൾട്ടിപ്ലൈ. ഡിനോമിനേറ്റർ നമ്മൾ എക്സ്ട്രാ ഒരു 2 കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ന്യൂമറേറ്ററിൽ ആരോട് മൾട്ടിപ്ലൈ ചെയ്യണം? 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താ പറയുക? ഈ പി ആൻസർ എന്തായി മാറി? ലിമിറ്റ് തീറ്റ ടെൻഡ്സ് ടു 0 sin 2 theta by 2 theta എന്നുള്ളത് നമുക്ക് എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം? 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ ഈ പ്രോബ്ലത്തിൽ എന്താ മാറ്റം വരിക? 1/3 ഇൻറ്റു ഇത് 1 ആയി, മേലെ ആരുണ്ട്? ഇൻറ്റു ഒരു 2 ഉണ്ട്, 2 ദാറ്റ് ഈസ് ഈക്വൽ ടു ആൻസർ എന്താ വരിക? ദാറ്റ് ഈസ് ഈക്വൽ ടു 2/3. ഈസിയാണ്. ഈ കണ്ടീഷൻ മാത്രം നമ്മൾ ഓർത്ത് വെച്ചാൽ മതി. ലിമിറ്റ് തീറ്റ ടെൻഡ്സ് ടു 0 sin theta by theta is equal to സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, 1 ആണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഓക്കെ, ഇനി 6th ക്വസ്റ്റ്യൻ ആയി 7th ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോവാം. Differentiate y is equal to e raised to x sin x with respect to x എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചത്. with respect to x എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ എന്താ തന്നിട്ടുള്ളത്? ഡിഫറൻഷിയേറ്റ് ചെയ്യാനാണ് ചോദിച്ചത്. ഡിഫറൻഷിയേറ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു നിങ്ങൾ എന്താ എഴുതുക? അപ്പോൾ തന്നെ d/dx ഓഫ് എടുത്ത് എഴുതുക. ഇനി ഇവിടെ തന്നിട്ടുള്ളത് നോക്കൂ, e raised to x into sin x എന്നാണ് തന്നിട്ടുള്ളത്. നമ്മൾ മുന്നേ പറഞ്ഞില്ലേ പ്രൊഡക്റ്റ് ഫോർമുല എന്ന് പറയുന്നത്? ആ പ്രൊഡക്റ്റ് ഫോർമുലയുടെ കണ്ടീഷനാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ഇവിടെ ഓർക്കേണ്ടത്. അതിൽ നമുക്കറിയാം e raised to x നെ u ആക്കിയിട്ടും sin x നെ എന്താക്കി കൺസിഡർ ചെയ്യാം? v ആക്കി കൺസിഡർ ചെയ്യാം. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതിൽ എന്താ വരാം? e raised to x ന് മാറ്റം വരുമോ? ഇല്ല. e raised to x into d/dx ഓഫ് എന്ത് വരും? sin x plus sin x into d/dx ഓഫ് എന്ത് വരും? e raised to x. അപ്പോൾ നമുക്ക് ഡിഫറൻസിയേഷനിൽ 13 ഫോർമുലാസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ നന്നായി പഠിക്കുകയാണെങ്കിൽ ഈസി ആയിട്ട് സെക്ഷൻ സ്കോർ ചെയ്യാൻ പറ്റും. d/dx ഓഫ് sin x എന്താണ്? d/dx ഓഫ് e raised to x എന്താണ്? cos x എന്താണ്? അങ്ങനെയുള്ള കുറേ ഫോർമുലാസ് ഉണ്ട്, പഠിക്കണം. e raised to x ന് മാറ്റമില്ല. sin x എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? cos x. sin x അതേപോലെ എടുത്ത് എഴുതി e raised to x നെ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത് എന്താണ്? e raised to x. ഒറ്റയടിക്കാൻ ആൻസറായി. പ്രോഡക്റ്റ് റൂളും അറിയണം, ആ ഫോർമുല ഡയറക്റ്റ്ലി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഓക്കെ, ഈ അടുത്ത ക്വസ്റ്റ്യൻ 8th question. Differentiate y is equal to sin x divided by 1 plus cos x. Find dy by dx. Y is equal to sin x by 1 plus cos x. Find dy by dx ആണ് കാണിച്ചത്. ഇപ്പോൾ നോക്കൂ, ഇവിടെ e raised to x into sin x ആണ് ചെയ്തത്. അത് തന്നെയാണ് എന്ത് പേര് പറഞ്ഞത്? പ്രൊഡക്റ്റ് റൂൾ എന്നെടുത്ത് പറഞ്ഞത്. ഇനി e raised to u/v എന്നുള്ള ഫോർമാറ്റിൽ വന്നു കഴിഞ്ഞാൽ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ ചോദിച്ചാൽ ആ ഫോമിലേക്കാണ് എന്തെന്ന് പറയാം? കോഷ്യൻ റൂൾ. ആ കോഷ്യൻ റൂൾ ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് പ്രോബ്ലം ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി ചെയ്യുന്നുണ്ട്. കോഷ്യൻ
ഇതാണ് എന്ത് നമ്മുടെ പ്രോഡക്റ്റ് റൂൾ വെച്ചുള്ള പ്രോബ്ലം. ഓക്കെ, ഇനി നമുക്ക് ഈ ക്വസ്റ്റ്യനിൽ തന്ന വിയും യു ഒക്കെ ഒന്നും പറയാൻ പറ്റില്ല. ഈ ക്വസ്റ്റ്യനിൽ സൈൻ എക്സ് എന്ന് പറയുന്നതാണ് ആര് യു എന്ന് പറയുന്നത്, 1 + cos x എന്ന് പറയുന്നതാണ് വി എന്ന് പറയുന്നത്. അപ്പോൾ നെക്സ്റ്റ് സ്റ്റെപ്പ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ വരാം, ഫസ്റ്റ് ഫംഗ്ഷൻ ആരാണ് ബി, ദാറ്റ് ഈസ് ബി എന്ന് പറഞ്ഞാൽ ഒറ്റ ഒന്നല്ല. അപ്പോൾ നമ്മൾ 1 + cos x എന്തിനുള്ളിലേക്ക് കൊടുക്കുക, ബ്രാക്കറ്റ് കൺസിഡർ ചെയ്യാം, ഇൻറ്റു d/dx ഓഫ് യു, d/dx ഓഫ് യു, യു എന്ന് പറഞ്ഞാൽ ആരാണ് സൈൻ എക്സ് ആണ്. അപ്പോൾ സൈൻ എക്സ് മൈനസ് തീർന്നോ, ഇനി എന്താ വരാം സൈൻ എക്സ് ഇൻറ്റു d/dx ഓഫ് എന്ന് വരും 1 + cos x ഹോൾ ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്ററിൽ എന്താണ് 1 + cos x ഹോൾ സ്ക്വയർ, 1 + cos x ഹോൾ സ്ക്വയർ. ഇനി അടുത്ത സ്റ്റെപ്പ് ഒരു സ്റ്റെപ്പ് കൂടി ഉണ്ട് എഴുതാൻ, ഞാൻ ജസ്റ്റ് ഇവിടെ ആൻസർ എഴുതുകയാണ്. ഒന്ന് നോക്കൂ, 1 + cos x മാറ്റങ്ങളൊന്നുമില്ല. നമുക്ക് എന്താ എഴുതാം, 1 + cos x ഇൻറ്റു d/dx ഓഫ് സൈൻ എക്സ് എന്താണ് cos x മൈനസ് സൈൻ എക്സ് അതേപോലെ തന്നെ എഴുതാം. 1 ഡിഫറൻഷിയേറ്റ് ചെയ്താൽ 0 ആയി പോകും. cos x ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത് മൈനസ് സൈൻ എക്സ് ഡിവൈഡഡ് ബൈ 1 + cos x ഹോൾ സ്ക്വയർ. നമുക്ക് ഇവിടെ വെച്ച് നിർത്താം. ഇനി ഒന്നും കൂടി ചെറുതാണെന്നുണ്ടെങ്കിൽ എന്താ വരിക, 1 + cos x ഇൻറ്റു cos x മൈനസ് ഈ മൈനസ് സൈൻ എക്സും ഇവിടെ ഒരു മൈനസ് സൈൻ എക്സും കൂടി രണ്ടും കൂടി നമുക്ക് എന്ത് എഴുതാം, പ്ലസ് സൈൻ സ്ക്വയർ എക്സ് എന്ന് എഴുതാം. നെക്സ്റ്റ് സ്റ്റെപ്പിൽ വേണമെങ്കിൽ എഴുതാം, എഴുതി വെച്ച് കുഴപ്പമൊന്നുമില്ല. ഇതുവരെ എഴുതി കംപ്ലീറ്റ് ആക്കി കംപ്ലീറ്റ് മാർക്ക് ഒന്ന് കിട്ടും. ഓക്കെ, ഒന്നും ഓർത്ത് വെക്കുക, d/dx ഓഫ് കോഷ്യൻ റൂൾ എന്താണെന്ന് ഒന്ന് ഓർത്ത് വെക്കുക. ഇനിയെങ്കിലും പഠിക്കാത്തവർ കോഷ്യൻ റൂൾ പഠിക്കാതെ എക്സാം ഹോളിലേക്ക് പോകരുത്. അതേപോലെ തന്നെയാണ് പ്രോഡക്റ്റ് റൂൾ. കോഷ്യൻ റൂൾ എന്ന് പറഞ്ഞാൽ ഒന്നുകൂടി ഓർക്കൂ, u/b is equal to v into d/dx of u minus u into d/dx of v by v square. ഓക്കെ, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. 9th ക്വസ്റ്റ്യൻ. ഇനി ഒക്കെ എല്ലാം മിക്കവാറും ക്വസ്റ്റ്യൻസും ഡിഫറൻസിയേഷൻ എന്നുള്ള ക്വസ്റ്റ്യൻസും അതുപോലെ കോൺജുഗേറ്റ് എന്നുള്ളതൊക്കെയാണ്, കോംപ്ലക്സ് നമ്പർ എന്നാണ്. നിങ്ങൾ ആ ഏരിയ നന്നായി ഫോക്കസ് ചെയ്യുക, ലിമിറ്റിൻ്റെ ഏരിയ അങ്ങനെ. അപ്പോൾ നിങ്ങൾക്ക് അത്യാവശ്യം നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. Okay, 9th question. If x equal to a sec theta and y is equal to b tan theta, എന്താ കാണാൻ ചോദിച്ചത്, ഫൈൻഡ് dy by dx ആണ് കാണാൻ ചോദിച്ചത്. ഇന്നത്തെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോക്കൂ, എക്സ് വിത്ത് റെസ്പെക്ട് ഇവിടെ ആരാണ്, വിത്ത് റെസ്പെക്ട് ടു എക്സ് തന്നിട്ടുണ്ട് a sec theta, എക്സ് തീറ്റയിലാണ്. അതുപോലെ y is equal to b tan theta. നമ്മൾ ഇതുവരെ എല്ലാ ക്വസ്റ്റ്യൻസും കണ്ടിട്ടുള്ളത് ഒക്കെ എക്സിലാണ് വരുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള സാധനത്തിന് ഇങ്ങനത്തെ ഇക്വേഷൻ വന്നിട്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ ഫസ്റ്റ് എന്ത് ചെയ്യുക, എക്സ് ഈക്വൽ ടു എ sec theta എന്ന് എടുത്ത് എഴുതുക. ഈ എക്സിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുക dx by d theta, dx by dx എന്ന് പറയുന്ന ഇക്വേഷനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്ന വിത്ത് റെസ്പെക്ട് ടു ഏതാ തീറ്റ. dx by d theta is equal to a ക്ക് ചേഞ്ച് ഒന്നുമില്ല, sec theta is equal to sec theta into എന്ത് വരും tan theta. ഇക്വേഷൻ നമ്പർ 1 കൊടുക്കുക. ഓക്കെ, നെക്സ്റ്റ് എന്താ നമുക്ക് y തന്നിട്ടുള്ളത്, y ഈക്വൽ ടു b tan theta എന്ന് പറഞ്ഞിട്ട് ഇനി എന്ത് ചെയ്യാം, dy by d theta is equal to b ക്ക് യാതൊരു വ്യത്യാസമില്ല, tan theta is equal to sec square theta. ഈ സാധനത്തിന് നമ്മൾ എന്ത് കൊടുക്കാം, ഇക്വേഷൻ 2 കൊടുക്കാം. ഓക്കെ, അപ്പോൾ തന്ന സാധനത്തിന് എക്സിനും വൈനും ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ വിത്ത് റെസ്പെക്ട് ടു തീറ്റ വെച്ചിട്ട് ഡിഫറൻഷിയേറ്റ് ചെയ്തു. അതിന് നമ്മൾ എന്ത് ചെയ്തു, നമ്പർ ചെയ്തു. ഇതുവരെ ക്ലിയർ ആയി. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇക്വേഷൻ 2 ഡിവൈഡ് ബൈ ഇക്വേഷൻ 1. അത് എന്തിനാണ് നമുക്ക് കാണാൻ ചോദിച്ചത്, എന്താണ് dy by dx ആണ് കാണാൻ ചോദിച്ചത്. അപ്പോൾ നമ്മൾ ഈ 1നെ കൊണ്ട് 2 ഡിവൈഡ് ചെയ്താൽ എന്താ, ഈ തീറ്റയും വെട്ടി പോയി നമുക്ക് എന്താ കിട്ടുക, dx by dy ആണ് കിട്ടുക. നമുക്ക് ആവശ്യം അറിയാം dy by dx ആണ്. അപ്പോൾ എന്ത് ചെയ്യാം, ഇക്വേഷൻ എന്ത് ചെയ്യാം, ഡിവൈഡ് ചെയ്താൽ എന്താ, dy by d theta divided by dx by d theta equal to ഇപ്പുറത്ത് എന്താണ്, b sec square theta divided by a sec theta into tan theta. ഓക്കെ, sec theta sec square വെട്ടിപ്പോയി, ബാക്കി അറിയുള്ളൂ b sec theta divided by tan theta. അപ്പോൾ ഇങ്ങനെ ഈസി ആയിട്ട് ചെയ്യാം. ഡിഫറൻസിയേഷൻ്റെ ഫോർമുല അറിഞ്ഞു കഴിഞ്ഞാൽ ഈസി ആയിട്ട് നമുക്ക് എന്തിലേക്ക് എത്താം, ആൻസറിലേക്ക് എത്താം. ഇനി ലാസ്റ്റ് പ്രോബ്ലം ആണ്. ഏതിൻ്റെ പ്രോബ്ലം എന്ന് വെച്ചാൽ ഫൈൻഡ് സെക്കൻഡ് ഡെറിവേറ്റീവ് ഓഫ് x log x. ഇതാണ്
ടോട്ടൽ 10 ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. അതിൽ നിങ്ങൾക്ക് എത്ര ചെയ്താൽ മതി? 8 ക്വസ്റ്റ്യൻസ് ചെയ്താൽ മതി. ഓക്കെ, find the second derivative ആണ് ക്വസ്റ്റ്യൻ. ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഓഫ് D part D, the last question. Find the second derivative of y is equal to x log x. y is equal to x log x. Second derivative കാണാനാണ് ചോദിച്ചത്. സെക്കൻഡ് ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ റെപ്രസെന്റ് ചെയ്യുന്ന നമ്മൾ ഇങ്ങനെ ക്വസ്റ്റ്യൻ നോക്കിയെന്നാണ് എനിക്ക് ഓർമ്മ. പാർട്ട് 1 എന്ന് പറഞ്ഞാൽ പാർട്ട് എയിൽ 9 ക്വസ്റ്റ്യൻ നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ സെക്കൻഡ് ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്താ y ഈക്വൽ ടു എക്സ് ലോഗ് എക്സിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യണം. എന്താ പറയുക? dy/dx ഈക്വൽ ടു എക്സ് എന്ന ഫംഗ്ഷൻ അവിടെ കിടക്കട്ടെ. ലോഗ് എക്സിനെ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ കിട്ടുക 1/x. ലോഗ് എക്സിന് യാതൊരു ചേഞ്ചുമില്ല. എക്സിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുക, ദാറ്റ് ഈസ് ഈക്വൽ ടു 1. ഓക്കെ, ഇതാണ് എന്തെന്ന് പറയുന്നത് ഫസ്റ്റ് ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞത്. നമുക്ക് ഒന്നുകൂടി ഇത് ചെറുതാക്കാം. ഈ എക്സും എക്സും ക്യാൻസൽ ചെയ്താൽ എന്താ കിട്ടുക? 1 + log x. ഓക്കെ, 1 + log x. ഈ നമ്മുടെ സെക്കൻഡ് ഡെറിവേറ്റീവ് ആണ് കാണുന്നത്. അപ്പോൾ d2y/, എഴുതാം, dx² എഴുതാം. 1 ഡിഫറൻഷിയേറ്റ് ചെയ്ത് 0 log x ഈക്വൽ ടു 1/x. ഓക്കെ, സെക്കൻഡ് ഡെറിവേറ്റീവ് കാണുന്ന കുറച്ച് ഈസിയാണ്. അതുകൊണ്ട് നമുക്ക് ചെയ്തു പോവാം. ഇനി നമുക്ക് പാർട്ട് സിയിലേക്ക് പോവാണ്ട് പാർട്ട് സിയിൽ പാർട്ട് ബിയിൽ നോക്കൂ. 8 × 3 24. അപ്പോൾ നമുക്ക് ഏകദേശം 9 മാർക്സും 24 മാർക്കിൻ്റെ സെക്ഷൻ നമ്മൾ എന്ത് ചെയ്ത് കഴിഞ്ഞു? കവർ ചെയ്ത് കഴിഞ്ഞു. 10 ക്വസ്റ്റ്യൻസ് തന്നിട്ട് അതിൽ നിന്ന് നിങ്ങൾ ആകെ എത്ര അറ്റൻഡ് ചെയ്താൽ മതി? 8 അറ്റൻഡ് ചെയ്യുക. മാക്സിമം അറിയുന്ന ക്വസ്റ്റ്യൻസ് നിങ്ങൾ എന്ത് ചെയ്യുക? ആദ്യം ചെയ്യുക. അപ്പോൾ നമുക്ക് അതിനനുസരിച്ച് മാർക്ക് നമുക്കൊരു കോൺഫിഡൻസ് വരും. എല്ലാവരും ഇത് ചെയ്യേണ്ട, അറിയുന്നത് മാക്സിമം ഫസ്റ്റ് ചെയ്യും. ഓക്കെ, ഇനി നമുക്ക് പാർട്ട് സിയിലേക്ക് പോവാം. പാർട്ട് സിയിലാണ് 7 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് വരുന്നത്. ഓക്കെ, അപ്പോൾ പാർട്ട് സി അത്ര ടഫ് ഒന്നുമില്ല. പാർട്ട് സിയിലെ ക്വസ്റ്റ്യൻസും ഈസി തന്നെയാണ്. പാർട്ട് സി പാർട്ട് സിയിലെ കോംപ്ലക്സ് നമ്പറിൻ്റെ ക്വസ്റ്റ്യൻ തന്നെയാണ് ഫസ്റ്റ് വന്നിട്ടുള്ളത്. ജസ്റ്റ് ഞാൻ ക്വസ്റ്റ്യൻ എഴുതാം. പാർട്ട് സിയിലെ 3 മൾട്ടിപ്ലൈ ഫസ്റ്റ് തന്നത് 4 - i 3 - 5i. സെക്കൻഡ് തന്നത് 4 + i and 3 - i. ഇതാണ് നമുക്ക് തന്നിട്ടുള്ള ക്വസ്റ്റ്യൻ. ഇതിൽ നമ്മൾ എന്താണ് മൾട്ടിപ്ലൈ ചെയ്യാൻ തന്നിട്ടുള്ളത്. ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ ഞാൻ ചൂസ് ചെയ്യാം. 4 - i × 3 - 5i. നമ്മൾ സാധാരണ പോലെ ബ്രാക്കറ്റ് എങ്ങനെയാണോ റിമൂവ് ചെയ്യുന്നത് ആ രീതിയിൽ ഫോളോ ചെയ്യുക. 4 × 3 that is equal to 12. 4 × -5 is equal to 20i. അടുത്തത് -i × 3 that is equal to എന്താ പറയുക? -3i. അടുത്തത് -i × -5i that is equal to +5i². അപ്പോൾ ഇതുവരെ നിങ്ങൾ ആദ്യം എഴുതിക്കുക. അതിന് ശേഷം എന്താ ചെയ്യുക? 12 അവിടെ തന്നെ കിടക്കട്ടെ. ഈ മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഒരു കാര്യം ആലോചിക്കേണ്ടതുണ്ട്. i² എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്താണെന്ന് ഓർത്ത് വെക്കണം. i² = -1 ആണെന്ന് ഓർത്ത് വെക്കണം. അപ്പോൾ ഇവിടെ i² നമ്മൾ -1 കൊടുത്താൽ ഈ 5 എന്തായി മാറി? 12 - 5 ആയി മാറി. ഓക്കെ, ഇനി -20i - 3i ആണ് തന്നിട്ടുള്ളത്. -20 - 3 എന്താ വരിക? -23i. ഓക്കെ, അപ്പോൾ അത് ക്ലിയർ ആയി. ഇനി എന്താണ് ഇതൊന്നും കൂടി കുറഞ്ഞു. 12 - 5 that is 7 - 23i. ഓക്കെ, അപ്പോൾ ഇതുപോലെ ചെയ്യാം. ചെയ്യുന്ന സമയത്ത് നമ്മളൊന്നും ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ ബ്രാക്കറ്റ് റിമൂവ് ചെയ്യുമ്പോൾ 4 × 3 4 × -5 അടുത്തത് -i × 3 -i × -5i². എന്നതിന് ശേഷം i² എന്നോടത്ത് ആറ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. -1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. എന്നിട്ട് പ്രോബ്ലം ചെയ്യാം. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താ തന്നിട്ടുള്ളത്? 4 + i × 3 - i എന്നാണ് തന്നിട്ടുള്ളത്. അപ്പോൾ ഇതൊന്ന് ബ്രാക്കറ്റ് റിമൂവ് ചെയ്താൽ 4 × 3 12 4 × -4i + 3i
ടു 12 പ്ലസ് 1 മൈനസ് 4i പ്ലസ് 3i എന്ന് പറഞ്ഞാൽ എന്താ വരിക? ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് i 13 മൈനസ് i. ഓക്കെ, അപ്പോൾ ഈ രീതിയിൽ എന്ത് ചെയ്യാം? പ്രോബ്ലം ചെയ്യാം. മൾട്ടിപ്ലൈ ചെയ്യുന്ന സെക്ഷൻ അങ്ങനെ ചെയ്യാം. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഫൈൻഡ് ദ മോഡുലസ് ആൻഡ് ആംപ്ലിറ്റ്യൂഡ് ഓഫ് എന്ന് പറഞ്ഞിട്ട് കാണാനുള്ളത്. ഫൈൻഡ് ദ മോഡുലസും കാണാം, നമുക്ക് എന്തും കാണാം, ആംപ്ലിറ്റ്യൂഡും കാണാം. ഓക്കെ, ഒക്കെ കോംപ്ലക്സ് നമ്പർ ആണ് കേട്ടോ. നിങ്ങൾ കൂടുതൽ എൻ്റെ ഇത്രയും ഫസ്റ്റ് ഒന്നും പഠിക്കാത്ത ആൾക്കാർ ആദ്യം കോംപ്ലക്സ് നമ്പർ പഠിച്ചു തുടങ്ങുന്നതാണ്. കോംപ്ലക്സ് നമ്പർ കഴിഞ്ഞ് ഡിഫറൻസിയേഷൻ കഴിഞ്ഞ് പിന്നെ ട്രിഗ്നോമെട്രിക്ക് വരുമായിരിക്കും കഴിക്കുക. ട്രിഗ്നോമെട്രിയിലത്തെ ക്വസ്റ്റ്യൻസ് എന്താണാവും വളരെ കുറവാണ് ചോദിച്ചിട്ടുള്ളത്. Find the modulus and amplitude of 2 minus 3i കാണാണ്ട്, അതേപോലെ തന്നെ സെക്കൻഡ് ആയിട്ട് ചോദിക്കുന്നത് -1 plus 2i കാണാണ്ട്. മോഡുലസ് കാണാൻ നമ്മൾ പ്രോബ്ലം ചെയ്ത് കഴിഞ്ഞു. മോഡുലസ് കാണാൻ തന്നെ ഞാൻ പറഞ്ഞു ഏത് ഫോമാറ്റിലാണ് നമുക്ക് തന്നത്, x plus y എന്ന് പറഞ്ഞ ഫോമാറ്റിലാണ് തന്നത്. അങ്ങനെയാണെങ്കിൽ മോഡുലസ് ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് x സ്ക്വയർ പ്ലസ് y സ്ക്വയർ വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു 2 സ്ക്വയർ പ്ലസ് 3 സ്ക്വയർ ദാറ്റ് ഈസ് ഈക്വൽ ടു 4 പ്ലസ് 9 റൂട്ട് 13. അപ്പോൾ അതാണ് നിന്ന്. ഇനി എന്ത് കാണാൻ നമുക്ക് ആംപ്ലിറ്റ്യൂഡ് കാണാൻ പറഞ്ഞാൽ ആംപ്ലിറ്റ്യൂഡ് ഈസ് ഈക്വൽ ടു തീറ്റ ഈസ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് y ബൈ x എന്നാണ് ഫോർമുല. y എന്ന് പറഞ്ഞാൽ നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് y ഈസ് ഈക്വൽ ടു എത്രയാ 3 ബൈ ടാൻ ഇൻവേഴ്സ് 3/2 ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാൽക്കുലേറ്ററിൽ ചെയ്യാം. ഇൻവേഴ്സ് കാണാം, ടാൻ റേസ് ടു -1 എന്നാണെന്ന് പറയുന്നത് ടാൻ ഇൻവേഴ്സ് എന്ന് പറയാം. എന്നിട്ട് എന്ത് ചെയ്യാം, കിട്ടുന്ന ആൻസർ നിങ്ങൾ എത്ര ഡിഗ്രി ആണെന്ന് അത് എടുത്ത് എഴുതും. അതേപോലെ തന്നെ ഈ ക്വസ്റ്റ്യൻ തന്നെ സെക്കൻഡ് ക്വസ്റ്റ്യനിൽ -1 plus 2y എന്നാണ് തന്നിട്ടുള്ളത്. മോഡുലസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ വരിക, മോഡുലസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 1 സ്ക്വയർ പ്ലസ് 2 സ്ക്വയർ ദാറ്റ് ഈസ് ഈക്വൽ ടു 1 plus 4 ദാറ്റ് ഈസ് ഈക്വൽ ടു റൂട്ട് 5 എന്ന് വരും. നെക്സ്റ്റ് തീറ്റ എന്ന് പറയുന്നത് ടാൻ ഇൻവേഴ്സ് y ബൈ x. y എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് 2 ബൈ 1 ദാറ്റ് ഈസ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് 2 ബൈ 1 ദാറ്റ് ഈസ് ഈക്വൽ ടു എത്ര ഡിഗ്രി ആണ് നിങ്ങൾ കാണും. അപ്പോൾ ഓക്കെ, മോഡുലസ് കാണുന്നത് ആംപ്ലിറ്റ്യൂഡ് കാണുന്നത് ക്വസ്റ്റ്യൻ എന്തായാലും ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാവും. പുറത്ത് വെക്കുക ഫോർമുല. മോഡുലസ് എന്ന് പറഞ്ഞാൽ റൂട്ട് ഓഫ് x സ്ക്വയർ പ്ലസ് y സ്ക്വയർ. ആംപ്ലിറ്റ്യൂഡ് കാണുന്നത് തീറ്റ ഈസ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് y ബൈ x. ഓക്കെ, ഈ രണ്ടിടത്തിൽ ഏതെങ്കിലും കോംപ്ലക്സ് നമ്പർ മാറുന്നുള്ളൂ, എന്തായാലും ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും. ഓക്കെ, ഇനി show that sin A divided by 1 minus cos A plus 1 minus cos A divided by sin A equal to 2 cosec A. നമ്മുടെ ട്രിഗണോമെട്രിയുടെ ക്വസ്റ്റ്യൻ ആണ്. ഇതാണ് അടുത്ത ഷോ ദാറ്റ്. ഇതിൽ പ്രൂവ് ചെയ്യാനാണ് ചോദിച്ചത്. പ്രൂവ് ചെയ്ത് നമുക്ക് അവിടെ എത്തണം, 2 cosec A യിലെ ആൻസറിലേക്ക് എത്തണം. അപ്പോൾ നമ്മൾ ആദ്യം എന്താ ചെയ്യേണ്ടത്, നമുക്ക് തന്നിട്ടുള്ളത് രണ്ടും എന്താണ്, ഫ്രാക്ഷനിലാണ് തന്നത്. നോർമലി ഒരു ഫ്രാക്ഷൻ നമ്പർ ആഡ് ചെയ്യാൻ ചോദിച്ചാൽ നമ്മൾ എന്താ ചെയ്യുക, ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യും. അതേ ഒരു കൺസെപ്റ്റ് ഇതിലേക്ക് കൊണ്ടുവരേണ്ടത്, ട്രിഗ്നോമെട്രിയിലേക്ക് കൊണ്ടുവരേണ്ടത്. അപ്പോൾ സൈൻ എ ഇൻറ്റു എന്ത് വരും, സൈൻ എ ഇൻറ്റു സൈൻ എ എന്ന് പറഞ്ഞാൽ എന്താ വരിക, സൈൻ സ്ക്വയർ എ പ്ലസ്. ഇവിടെ നോക്കൂ, നിങ്ങൾ പ്രോബ്ലം തെറ്റാതിരിക്കാൻ എന്ത് ചെയ്യാം, ബ്രാക്കറ്റ് ഇടാം. ഇവിടെ സൈൻ എക്ക് ബ്രാക്കറ്റ് ഇട്ടിട്ടില്ല. കാരണം എന്താ വെച്ചാൽ അതിനോട് വലിയ പ്രശ്നമില്ല. ഇവിടെ എന്ന് പറഞ്ഞാൽ കോസ് എ മാത്രമല്ല 1 മൈനസ് കോസ് എ ഉണ്ട്. അപ്പോൾ എന്ത് ചെയ്യാം, 1 മൈനസ് കോസ് എ എന്ത് വരും, ഹോൾ സ്ക്വയർ ഹോൾ ഡിവൈഡ് ബൈ എന്ത് വരും, 1 മൈനസ് കോസ് എ ഇൻറ്റു എന്തെഴുതാം, സൈൻ എ. അപ്പോൾ ഇതുവരെ ക്ലിയർ ആണല്ലോ. ഇനി നമുക്ക് എന്താണ്, ഇവിടെ എ മൈനസ് ബി ഹോൾ സ്ക്വയറിനെ എക്സ്പാൻഡ് ചെയ്യണം. എക്സ്പാൻഡ് ചെയ്യുമ്പോൾ എന്താ വരിക, സൈൻ എ സ്ക്വയർ എ അങ്ങനെ തന്നെ കിടക്കട്ടെ, 1 സ്ക്വയർ മൈനസ് 2 ഇൻറ്റു എ ബി, 2 ഇൻറ്റു കോസ് എ ഇൻറ്റു എന്ത് വരും, കോസ് സ്ക്വയർ പ്ലസ് കോസ് സ്ക്വയർ എ വരും. ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്ററിൽ എന്താ വരിക, 1 മൈനസ് കോസ് എ ഇൻറ്റു സൈൻ എ. ഓക്കെ, ഇനി നമുക്കറിയാം ഇവിടെ സൈൻ സ്ക്വയർ എ കിടക്കുന്നുണ്ട്, ഇവിടെ ആര് കിടക്കുന്നുണ്ട്, ഇവിടെ കോസ് സ്ക്വയർ എ കിടക്കുന്നുണ്ട്. നമുക്ക്
sin square a plus cos square a നമ്മൾ പഠിച്ചിരുന്ന ഫോർമുല ഉണ്ട് sin square theta plus cos square theta എന്ന് പറഞ്ഞാൽ 1 ആണെന്നുള്ള കണ്ടീഷൻ നമുക്ക് ഓർമ്മയിൽ വരണം. എന്നാലേ ഇത് ഓർമ്മ നോക്കാൻ പറ്റുള്ളൂ. sin square a plus cos square a എന്നുള്ളടത്ത് നമുക്ക് എന്ത് ചെയ്യാം 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ബാക്കി ഒരു 1 കിടക്കുന്നുണ്ട്. ബാക്കി ആരാളുള്ളത് 2 cos a എന്ന് കിടക്കുന്നുണ്ട്. ഇത് അങ്ങനെ തന്നെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് വയ്ക്കും. ഓക്കെ, ഇനി എന്താണ് ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്ററിൽ എന്താ 1 മൈനസ് cos a ഡിവൈഡഡ് ബൈ എന്ത് വരും sin a. ഇനി എന്ത് ചെയ്യണം നെക്സ്റ്റ് സ്റ്റെപ്പിൽ ഒന്നുകൂടി ചെറുതാക്കാം. ഇവിടെ 1 പ്ലസ് 1 ഉണ്ട്. അത് നമുക്ക് എന്താക്കി എഴുതാം 2 മൈനസ് 2 cos a ഡിവൈഡഡ് ബൈ അടിയിലായി വരും 1 മൈനസ് cos a ഇൻറ്റു sin a. ഓക്കെ, ഇനി ഇത് രണ്ടിൽ കോമൺ ഫാക്ടർ ആയിട്ട് ആരെങ്കിലും കാണുന്നുണ്ടോ? രണ്ടിൽ കോമൺ ആയിട്ട് ആരുണ്ട് 2 ഉണ്ട്. 2 നമുക്ക് എന്ത് ചെയ്യാം പുറത്തേക്ക് എടുക്കാം. പുറത്തേക്ക് എടുത്താൽ എന്താ വരിക 2 പുറത്തേക്ക് വന്നാലാണ് ഉണ്ടാവുക 1 മൈനസ് cos a ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്റർ ആരുണ്ട് 1 മൈനസ് cos a ഇൻറ്റു ആരുണ്ട് sin a. ഓക്കെ, ഇന്നത്തെ പ്രോബ്ലംസ് ഇതാണ്, കൺഫ്യൂഷൻ ആവണ്ട. അപ്പോൾ ഇതുവരെ രണ്ടിലും 1 മൈനസ് cos a ഇവിടെ ഉണ്ട്. ഇവിടെ ആരുണ്ട് 1 മൈനസ് cos a ഉണ്ട്. ബാക്കി ആരുണ്ടാവുക 2 ഡിവൈഡഡ് ബൈ sin a. 2 എന്ന് പറഞ്ഞാൽ അങ്ങനെ തന്നെ എഴുതാം 1 ബൈ sin a. 1 ബൈ sin a is equal to റെസിപ്രോക്കൽ ഫോർമുല പ്രകാരം that is equal to എന്താണ് cosec a. ഈ കണ്ടീഷൻ ഓർത്ത് വെക്കണം. അതുപോലെ ഈ കണ്ടീഷൻ ഓർത്ത് വെച്ചാൽ നമുക്ക് ഈസി ചെയ്യാം. that is equal to എന്താണ് cosec a. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. that is equal to cosec a. ശ്രദ്ധിച്ച് ചെയ്യാം. പ്രോബ്ലം ഈസിയാണ്. ഒന്നെങ്കിൽ ഇവിടെ പ്ലസ് വരും, പ്ലസിനെ എക്സ്പാൻഡ് ചെയ്യേണ്ടി വരും a മൈനസ് ബി ഹോൾ സ്ക്വയർ അല്ലെങ്കിൽ a പ്ലസ് ബി ഹോൾ സ്ക്വയർ. ഇതിൻ്റെ ഏതെങ്കിലും ഒരു എക്സ്പാൻഷൻ നിങ്ങളുടെ പ്രോബ്ലത്തിൽ എന്തായാലും വരും. അതനുസരിച്ച് നിങ്ങൾ ചെയ്യുക. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക, അതുപോലെ ചെയ്തു പോവുക. കഴിയുന്നതും നിങ്ങൾ ഈ സാധനത്തിനെ കുറിച്ച് ബ്രാക്കറ്റ് ഉള്ളിലേക്ക് കൊണ്ടുവരണ്ട. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാതിരിക്കുക. കാരണം എന്താ വെച്ചാൽ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ പ്രോബ്ലം കുറച്ചും കൂടി വൈഡായി പോകും. നമുക്ക് എന്താ വെച്ചാൽ 1 മൈനസ് കോസിക്ക് ക്യാൻസൽ ചെയ്ത് പോയിട്ട് എന്തിലേക്ക് വന്ന് മാറണോടെ sin a എന്ന് പറഞ്ഞ ടേം വന്ന് ചേരാൻ. അപ്പം അങ്ങനെ ചെയ്ത് പോകണ രീതിയിൽ പ്രോബ്ലം ചെയ്ത് പോവുക. ഓക്കെ, ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ ഈസിയാണ് സ്കോർ ചെയ്യാൻ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. differentiate with respect to x. ഇതാണ് ക്വസ്റ്റ്യൻ. y equal to x square sec x and y is equal to 1 minus x square divided by 1 plus x square. അപ്പോൾ രണ്ട് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ രണ്ട് തന്നെ തന്നിട്ടുള്ള ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ തന്നെ തന്നിട്ടുള്ളത്. ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ തന്നു കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻ നന്നായിട്ട് ശ്രദ്ധിക്കുക. ഇവിടെ ഏത് റൂളാണ് അപ്ലൈ ചെയ്യേണ്ടത്? ഇവിടെ ഏതാ പ്രോഡക്റ്റ് റൂൾ. ഇവിടെ ഈ പ്രോഡക്റ്റ് ഏതാണ് അപ്ലൈ ചെയ്യേണ്ടത്? കോഷ്യൻ റൂളുമാണ്. കാരണം ഇത് u ബൈ വിയും ഇത് u ഇൻറ്റു വി ആണ് ക്വസ്റ്റ്യൻ തന്നത്. നിങ്ങൾ ഫസ്റ്റ് തവണ നമുക്ക് ചൂസ് ചെയ്യാം d ബൈ dx ഓഫ് dy ബൈ dx ഈക്വൽ ടു x എന്ന് പറയുന്നത് x സ്ക്വയറിനെ അതേപോലെ തന്നെ ഇൻറ്റു d ബൈ dx ഓഫ് sec x പ്ലസ് sec x ഇൻറ്റു d ബൈ dx ഓഫ് എന്ത് വരും x സ്ക്വയർ. നെക്സ്റ്റ് സ്റ്റെപ്പ് നമുക്ക് എന്ത് എഴുതാം x സ്ക്വയർ അങ്ങനെ തന്നെ sec x നെ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ എന്താ പറയുക sec x ഇൻറ്റു tan x പ്ലസ് sec x അങ്ങനെ തന്നെ d ബൈ dx ഓഫ് x സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താ 2x. അപ്പോൾ ഫസ്റ്റത്തെ സെക്ഷൻ കഴിഞ്ഞു. ഇനി രണ്ടാമത്തെ പാർട്ടാണ് നമുക്ക് ചെയ്യാനുള്ളത്. രണ്ടാമത്തെ എന്ന് പറഞ്ഞാൽ സെക്കൻഡ് പാർട്ട് എന്താണ് y ഈസ് ഈക്വൽ ടു 1 മൈനസ് x സ്ക്വയർ ഡിവൈഡ് ബൈ 1 പ്ലസ് x സ്ക്വയർ എന്നാണ് തന്നത്. 1 മൈനസ് x സ്ക്വയർ ബൈ 1 പ്ലസ് x സ്ക്വയർ. അപ്പോൾ ഇതിൽ എന്താ ചെയ്യേണ്ടത്? u ബൈ v കോഷ്യൻ റൂളാണ് അപ്ലൈ ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? കോഷ്യൻ റൂൾ എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്? v നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ 1 പ്ലസ് x സ്ക്വയർ ഇൻറ്റു v ബൈ dx ഓഫ് 1 മൈനസ് x സ്ക്വയർ മൈനസ് എന്താണ് 1 മൈനസ് x സ്ക്വയർ. ഓക്കെ, 1 മൈനസ് x സ്ക്വയർ ഇൻറ്റു d ബൈ dx ഓഫ് 1 പ്ലസ് x സ്ക്വയർ
സ്ക്വയർ ഹോൾ ഡിവൈഡ് ബൈ ബി സ്ക്വയർ. ബി സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഇവിടെ എന്താ തന്നുള്ളത്? 1 പ്ലസ് എക്സ് സ്ക്വയർ ഹോൾ സ്ക്വയർ. അപ്പോൾ ഇതുവരെ ആദ്യം എഴുതിക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക? ഡിഫറൻഷിയേറ്റ് ചെയ്യുക. ഡിഫറൻഷിയേറ്റ് ചെയ്യുന്ന സമയത്ത് ഇവിടെ ഞാൻ ബ്രാക്കറ്റ് ഇട്ടത് മിസ്റ്റേക്ക് ഉണ്ട്, അത് ക്ലിയർ ആക്കുന്നുണ്ട്. ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത് കഴിഞ്ഞാൽ നമ്മൾ സെക്ഷൻ ഒന്ന് മാറ്റിക്കണം. വൺ പ്ലസ് എക്സ് സ്ക്വയറിന് ചേഞ്ച് ഒന്നുമില്ല. ഡി ബൈ ഡി എക്സ് ഓഫ് 1 മൈനസ് എക്സ് സ്ക്വയർ ആണ്. ഡിഫറൻഷ്യൽ ഓഫ് 1 എന്നുള്ള ഒരു കോൺസ്റ്റന്റ് ആണ്. ദാറ്റ് ഈക്വൽ ടു എന്തായി പോയി? 0 മൈനസ് എക്സ് സ്ക്വയർ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ എന്താണ്? 2x മൈനസ് അടുത്തതോ 1 മൈനസ് എക്സ് സ്ക്വയറിന് ചേഞ്ച് ഒന്നുമില്ല, അത് അങ്ങനെ തന്നെ എഴുതാം. ഡി ബൈ ഡി എക്സ് ഓഫ് 1 എന്തായി പോകും? നെക്സ്റ്റ് 0 ആയി പോകും. എക്സ് സ്ക്വയർ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ എന്താ കിട്ടുക? 2x ഹോൾ ഡിവൈഡഡ് ബൈ എന്ത് വരും? 1 പ്ലസ് എക്സ് സ്ക്വയർ ഹോൾ സ്ക്വയർ. ഇനി ഇത് ഒന്നും കൂടി ചെറുതാക്കണമെങ്കിൽ ചെറുതാക്കുക, അല്ലെങ്കിൽ ഒന്നും ചെറുതാക്കാം. 1 പ്ലസ് എക്സ് സ്ക്വയർ ഇൻറ്റു എന്താ വരിക? മൈനസ് 2x മൈനസ് 1 മൈനസ് എക്സ് സ്ക്വയർ ഇൻറ്റു 2x. ഓക്കെ, ഹോൾ ഡിവൈഡ് ബൈ 1 പ്ലസ് എക്സ് സ്ക്വയർ ഹോൾ സ്ക്വയർ. അപ്പോൾ ഇതുവരെ എഴുതി വയ്ക്കുക. കോഷ്യൻ റൂളാണ്, നമുക്ക് ആദ്യം ഐഡന്റിഫൈ ചെയ്യാൻ പറ്റിയാൽ മാത്രം മതി. യു ബൈ ഡി ആ ഫോർമുല ഓർത്ത് വെക്കുക, അങ്ങനെ ചെയ്യാം. അപ്പോൾ പ്രോഡക്റ്റും കോഷ്യനും നിങ്ങൾ ഒരിക്കലും മിസ് ചെയ്യാൻ നിൽക്കേണ്ട. എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും ആ ക്വസ്റ്റ്യന് വന്നിട്ടുണ്ട് കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് പ്രോബ്ലത്തിലേക്ക് പോകാം. നെക്സ്റ്റ് പ്രോബ്ലം ഇവാലുവേറ്റ് ചെയ്യണം. Evaluate limit x tends to 0 sin 4x plus sin 3x whole divided by 3x. ഇതാണ് നമുക്ക് ക്വസ്റ്റ്യൻ തന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ വന്നാൽ ലിമിറ്റിൽ സൈനിൻ്റെ ക്വസ്റ്റ്യൻ വന്നാൽ നിങ്ങൾ ആദ്യം ആലോചിക്കേണ്ട കാര്യമുണ്ട്. ലിമിറ്റ് x tends to 0 sin theta by theta is equal to 1. ഈ കണ്ടീഷൻ ഓർത്ത് വെച്ചാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് പ്രോബ്ലം ചെയ്യാം. നോക്കൂ, ഈ ക്വസ്റ്റ്യനിൽ രണ്ടിലും കോമൺ ആയിട്ട് ഒരാളുണ്ട്. ആരാണ്? ലിമിറ്റ് x tends to 0 sin 4x by എന്ത് വരും? 3x അല്ലേ? പ്ലസ് അടുത്തതോ sin 3x by എന്ത് വരും? 3x. ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം? ആദ്യത്തെ സ്റ്റെപ്പിൽ സ്പ്ലിറ്റ് ചെയ്യാം. സ്പ്ലിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നോക്കൂ, ഇതിൽ ഈ പ്രോബ്ലത്തിൽ ലിമിറ്റ് x tends to 0 1/3 അവിടെ കിടക്കട്ടെ. നോക്കൂ, sin 4x by അടിയിൽ ആര് വരണം? 4 വരണം. 4x എന്നുള്ള ടേം അവിടെ ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഡിനോമിനേറ്റർ നമുക്ക് 4 വെറുതെ ഇടാൻ പറ്റില്ല. ന്യൂമറേറ്റർ കൊണ്ട് എന്ത് കൊടുത്തു? ഒരു 4 കൊടുത്തു. പ്ലസ് ഇനിയോ sin 3x by 3x എന്നുള്ളത് നമുക്ക് ലിമിറ്റ് theta tends to 0 എന്ന് കൊടുക്കുമ്പോൾ എന്തായി മാറി? 1 ആയി മാറി. ഓക്കെ, ഇനി നെക്സ്റ്റ് സ്റ്റെപ്പിൽ എന്ത് ചെയ്യാം? ഇതിലേക്ക് ഫംഗ്ഷൻ കൊടുക്കാം. ലിമിറ്റ് x tends to 0 1/3 ലിമിറ്റിനെ കൊടുക്കണ്ട. ഓക്കെ, sin 4x by 4x ലിമിറ്റ് x tends to 0 എന്ന് പറഞ്ഞാൽ ടേം എന്തായി മാറി? 1 ആയി മാറി. 4 plus 1. അപ്പോൾ ഒന്നും കൂടി ചെറുതാക്കി കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടി? 1/3 4/3 plus 1. അപ്പോൾ ഇനി വേണമെങ്കിൽ നമുക്ക് ചെറുതാക്കി കൊടുക്കുക. ദാറ്റ് ഈസ് ഈക്വൽ ടു എന്ത് വരും? 4 plus 3 ഹോൾ ഡിവൈഡ് ബൈ 7/3. അല്ല, ഇതുവരെ എഴുതിയാലും കറക്റ്റ് ആൻസർ ആണ്. ഓക്കെ, അപ്പോൾ 4x by sin 4x by 4x into 4 plus 1 1/3 വെച്ചിട്ട് കംപ്ലീറ്റ് ആക്കുക. ഓക്കെ, ഇനി നെക്സ്റ്റ് പ്രോബ്ലത്തിലേക്ക് പോവാം. Find the derivative of tan x and cot x using quotient rule. Find the derivative of tan x and cot x. ഫുള്ള് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നില്ല, നിങ്ങൾ ജസ്റ്റ് സ്റ്റെപ്പ് മാത്രം മെയിനായിട്ട് എങ്ങനെ ആൻസറിലേക്ക് എത്തുന്ന സ്റ്റേജ് മാത്രമേ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നുള്ളൂ. ഡെറിവേറ്റീവ് ഓഫ് ഏതാണ്? ഫൈൻഡ് ദ ഡെറിവേറ്റീവ് ഓഫ് tan x and cot x using quotient rule. Quotient rule എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഏത് ഫോമിലേക്ക് അത് വരണം? d by dx of u by v എന്ന് പറയുന്ന ഫോമിലേക്ക് അത് വരണം. എന്നാൽ നമുക്ക് quotient അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ v into d by dx of u minus u into d by dx of v whole divided by v square എന്നാണ് നമുക്കറിയാം. പക്ഷെ നമുക്കിവിടെ തന്നിട്ടുള്ളത് ആര് മാത്രം? tan x മാത്രമാണ്. അപ്പോൾ tan x നമുക്ക് എങ്ങനെ എഴുതാം? d by dx of എങ്ങനെയൊക്കെ സ്പ്ലിറ്റ് ചെയ്യാം? sin x by cos x ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യാം. അതേപോലെ തന്നെ cot x ന്റെ അടുത്ത സ്റ്റെപ്പ് എങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാം? d by dx of cot x
by dx of cot x is equal to d by dx of cos x by sin x. അപ്പോൾ ആ രീതിയിൽ ചെയ്തു പോകും. ഓക്കെ, ഡി ബൈ ചെയ്യാം. ഇനി കൂടുതൽ ടൈം ഞാൻ കളയുന്നില്ല. ഇത് കുറച്ച് ഞാൻ ഒറ്റ സിംഗിൾ സ്റ്റെപ്പ് ചെയ്തുതരാം. cos x ഇൻറ്റു ഡി ബൈ sin x എന്താണ്? cos x മൈനസ് എന്താ വരിക? cos x ഇൻറ്റു ഡി ബൈ dx ഓഫ് sin d by dx of u എടുക്കുക, ഇത് എടുക്കുക. cos x ഇൻറ്റു d by dx of sin x മൈനസ് കൂടി ഇക്വേഷൻ എഴുതി ചെയ്യാം, നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവണ്ട. cos x ഇൻറ്റു d by dx of sin x മൈനസ് sin x ഇൻറ്റു d by dx of cos x മൈനസ് ഡിവൈഡ് ബൈ cos x ഹോൾ സ്ക്വയർ. cos x ന് ചേഞ്ച് ഒന്നുമില്ല. d by dx of sin x എന്ന് പറഞ്ഞാൽ cos x മൈനസ് sin x ഇൻറ്റു cos x എന്ന് പറഞ്ഞാൽ മൈനസ് x sin x ഇൻറ്റു cos x ഹോൾ സ്ക്വയർ. cos സ്ക്വയർ x മൈനസ് മൈനസ് എന്തായി മാറി? sin സ്ക്വയർ x ഡിവൈഡ് ബൈ cos x ഹോൾ സ്ക്വയർ. ഇറ്റ് ഈസ് 1 by cos x ഹോൾ സ്ക്വയർ. 1 by cos x എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ cos x സ്ക്വയർ ദാറ്റ് ഈസ് ഈക്വൽ ടു നമുക്ക് അറിയാം tan x എന്ന് പറഞ്ഞാൽ എന്താണ്? ദാറ്റ് ഈസ് ഈക്വൽ ടു sec സ്ക്വയർ x. ഓക്കെ, ആ രീതിയിൽ ചെയ്തു പോവാ. cos സ്ക്വയർ x പ്ലസ് sin സ്ക്വയർ x എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം എന്താണ്? sin സ്ക്വയർ തീറ്റ പ്ലസ് cos സ്ക്വയർ തീറ്റ ഈക്വൽ ടു 1 എന്നുള്ള കണ്ടീഷൻ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഡയറക്റ്റ്ലി ആൻസറിലേക്ക് എത്തും. അതേപോലെ തന്നെ ഇതും ചെയ്യാം, ഈ പ്രോബ്ലം ചെയ്യാം. ഓക്കെ, ഇത് വേറെയാണ്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ y is equal to differentiate with respect to x എന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. ഡിഫറൻസിയേഷൻ തന്നെ ഫുള്ള് ഡിഫറൻസിയേഷൻ ആണ് കാണുന്നത് കൂടുതൽ ക്വസ്റ്റ്യൻസും. ഡിഫറൻഷിയേറ്റ് x y is equal to differentiate y equal to log sec x plus tan x. ഇതാണ് ക്വസ്റ്റ്യൻ തന്നിട്ടുള്ളത്. അപ്പോൾ ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാനാണ് ചോദിച്ചിട്ടുള്ളത്. നമുക്കറിയാം ഡിഫറൻഷിയേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? dy by dx equal to അതാണ് കാണുന്നത്. നമുക്കിവിടെ തന്നിട്ടുള്ള നോർമലി നമുക്കറിയാം d by dx of log x എല്ലാവരും പറയുണ്ടാവും. log x എന്ന് പറഞ്ഞാൽ എന്താണ്? 1 by x ആണെന്ന് അറിയുണ്ടാവും. പക്ഷെ നമുക്കിവിടെ log x ന് പകരം തന്നിട്ടുള്ളത് ആരാ? sec x plus tan x ആണ് തന്നത്. അപ്പോൾ ഒരു ഫംഗ്ഷനുള്ളിൽ വേറൊരു ഫംഗ്ഷൻ വരുന്ന രീതിയിലാണ് ക്വസ്റ്റ്യൻ തന്നത്. അപ്പോൾ ഫംഗ്ഷൻ ഓഫ് ഫംഗ്ഷൻ എന്ന് പറയുന്ന കണ്ടീഷനാണ് ഇവിടെ അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് തന്നത് നോക്കൂ, log sec x plus tan x എന്ന് പറയുന്നതിന് log sec x plus tan x അല്ലേ? അപ്പോൾ log sec x plus tan x നമുക്ക് എന്ത് എഴുതാം? 1 by sec x plus tan x എന്ന് എഴുതാം. ഓക്കെ, അപ്പോൾ നമ്മൾ പ്രോബ്ലത്തിലേക്ക് ഡയറക്റ്റ്ലി വരികയാണ്. log sec x നെ എങ്ങനെയൊക്കെ എഴുതി? 1 by sec x plus tan x എന്ന് എഴുതി ഇൻറ്റു. ഇനി ആരെ ഡിഫറൻഷിയേറ്റ് ചെയ്യണം? നമുക്ക് ആകെ ഒരു പാർട്ട് മാത്രമേ ഡിഫറൻഷിയേറ്റ് ചെയ്തുള്ളൂ. ഇനി ഇതിനുള്ളിൽ കിടക്കുന്ന ടേം നമുക്ക് എന്ത് ചെയ്യണം? ഡിഫറൻഷിയേറ്റ് ചെയ്യണം. sec x plus tan x നെ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ എന്താ വരിക? sec x നെ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ എന്താ വരിക? sec x ഇൻറ്റു tan x പ്ലസ് tan x നെ ഡിഫറൻഷിയേറ്റ് ചെയ്താലോ that is equal to sec സ്ക്വയർ x. അപ്പോൾ d by dx of sec x അറിയുകയും ചെയ്യണം, tan x ഒക്കെ അറിയുകയും ചെയ്യണം. അപ്പോൾ 13 ഫോർമുല ഉണ്ട് ഡിഫറൻസിയേഷനിൽ. അത് പഠിച്ചു കഴിഞ്ഞാൽ ഒറ്റ സ്റ്റെപ്പിൽ നമുക്ക് എത്ര മാർക്കായി? 3 മാർക്ക് 4 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ഉണ്ട്. ടോട്ടലി എത്ര മാർക്ക്? 4 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. പക്ഷെ സ്റ്റെപ്പ് നോക്കൂ, ആകെ ഇത്ര സ്റ്റെപ്പേ ഉള്ളൂ. എന്നുവെച്ചാൽ ആദ്യത്തെ പ്രാവശ്യം നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുക. ഡിഫറൻഷിയേറ്റ് ചെയ്യുന്ന നിർത്തരുത്. ഉള്ളിൽ കിടക്കുന്ന ഫംഗ്ഷനുകൾ എന്ത് ചെയ്യണം? ഡിഫറൻഷിയേറ്റ് ചെയ്യണം എന്ന് ഓർത്ത് വെച്ചാൽ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. y is equal to sin 2x by 1 plus cos 2x എന്നാണ് ക്വസ്റ്റ്യൻ തന്നത്. ഇത് ഏതാണ്? കോഷ്യൻ റൂൾ ആണ്. കോഷ്യൻ റൂൾ ചെയ്യുന്ന സമയത്ത് നമ്മൾ എവിടെ തുടങ്ങണം? 1 plus cos 2x into d by dx of sin 2x minus എന്താ പറയാ? sin 2x into d by dx of 1 plus cos 2x whole divided by എന്ത് വരും? 1 plus cos 2x whole square. ഓക്കെ, ആദ്യം നമ്മൾ എന്ത് ചെയ്യാം? ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നതിന് മുന്നേ കോഷ്യൻ റൂൾ വെച്ചിട്ട് യുവും വിയും വെച്ചിട്ട് ജസ്റ്റ് എന്ത് ചെയ്യാം? നമ്മൾ എന്ത് ചെയ്യുക? ഇക്വേഷൻസ് ഡയറക്റ്റ്ലി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, കൊടുക്കുക. ഇനി എന്താ ചെയ്യേണ്ടത്? 1 plus cos 2x ന് ചേഞ്ച് ഒന്നുമില്ല. d by dx of sin 2x എന്ന് പറഞ്ഞാൽ എന്താ? cos 2x. ഇനി ഇതിൻ്റെ
2x ഒന്നുകൂടി ഡിഫറൻഷിയേറ്റ് ചെയ്യണം. ഫംഗ്ഷൻ ഓഫ് ഫംഗ്ഷൻ ആണ് വന്നത്. നമ്മൾ പഠിച്ചത് എന്താ? d by dx of sin x എന്ന് പറഞ്ഞാൽ നമുക്കറിയാം cos x ആണെന്ന്. അതേപോലെ sin 2x വെച്ചാൽ cos 2x into ആരെ എഴുതാം? 2 minus sin 2x അതേപോലെ തന്നെ എഴുതാം. d by dx of 1 plus cos 2x 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0 ആണ്. cos 2x ഡിഫറൻഷിയേറ്റ് ചെയ്താൽ എന്താ വരിക? minus sin 2x into ആരെ ഡിഫറൻഷിയേറ്റ് ചെയ്യണം? ഈ 2x ഡിഫറൻഷിയേറ്റ് ചെയ്താൽ എന്ത് കിട്ടും? 2 കിട്ടും. ഓക്കെ, ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്റർ എന്താണ്? 1 plus cos 2x whole square. ക്ലിയർ അല്ലേ? ഈസിയാണ്. d by dx of u by v വെച്ചിട്ടാണ് ഇത് ചെയ്യുന്നത്. ഓക്കെ, ഇനി നമുക്ക് ലാസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ലാസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ അതും എന്തിനാ തന്നുള്ളത്? ലാസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് സെക്കൻഡ് ഡെറിവേറ്റീവ് കാണാനാണ് ചോദിച്ചത്. y equal to സെക്കൻഡ് ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാലോ? സെക്കൻഡ് ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ ഒരു പ്രാവശ്യം ഡിഫറൻഷിയേറ്റ് ചെയ്ത് കിട്ടുന്ന ഉത്തരത്തിന് ഒന്നും കൂടി ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നതിന് എന്തെന്ന് പറയാം? സെക്കൻഡ് ഡെറിവേറ്റീവ് എന്ന് പറയാം. y equal to x sin x തന്നിട്ടുണ്ട്. നമ്മളോട് എന്ത് കാണാൻ ചോദിച്ചിട്ടുണ്ട്? ഫൈൻഡ് d square y by dx square കാണാൻ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് അറിയാം പ്രോഡക്റ്റ് റൂൾ ആണ്. x എന്ന് പറയുന്ന ഫംഗ്ഷൻ അങ്ങനെ തന്നെ വിളിക്കുക. d by dx ഓഫ് ആര് വരും? sin x plus sin x into d by dx of x. അപ്പൊ എന്ത് ചെയ്ത് കഴിഞ്ഞാൽ x അങ്ങനെ തന്നെ cos x plus sin x അത് into 1. അപ്പൊ ഇതിനൊന്നും കൂടി എന്ത് ചെയ്യുക? ഇതാണ് നമുക്ക് ലാസ്റ്റ് കിട്ടിയത്. x cos x plus sin x. ഇതാണ് ഫസ്റ്റത്തെ dy by dx എന്ന് പറയുന്നത്. പക്ഷെ നമ്മൾ dy by dx അല്ല കാണാൻ ചോദിച്ചത്. എന്താ ചോദിച്ചിട്ടുള്ളത്? d square y by dx square ആണ്. അപ്പൊ x cos x എന്നതിന് x നെ cos x നെയും എന്ത് റൂൾ അപ്ലൈ ചെയ്യേണ്ടി വരും? ഇവിടെ പ്രൊഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യേണ്ടി വരും. പ്രൊഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യാൻ നമ്മൾ x ന് ചെയ്യുന്നൊന്നുമില്ല. cos x ന് d by dx ഓഫ് എന്ത് വരും? cos x plus cos x into d by dx ഓഫ് ആര് വരും? x plus d by dx ഓഫ് ടേം കൂടി ഇവിടെ ബാക്കി ആരാണത്? sin x. ഓക്കെ, അപ്പോൾ x അങ്ങനെ തന്നെ cos x ഡിഫറൻഷിയേറ്റ് ചെയ്താൽ എന്താ വരിക? minus sin x plus cos x. x ഡിഫറൻഷിയേറ്റ് ചെയ്താൽ 1, sin x ഡിഫറൻഷിയേറ്റ് ചെയ്താലോ plus cos x. ഓക്കെ, അപ്പോൾ ഇത് ഒന്നും കൂടി നമുക്ക് ചെറുതാക്കാം. ചെറുതാക്കി കഴിഞ്ഞാൽ എന്താ കിട്ടുക? minus x sin x plus 2 cos x കൂടെ that is equal to minus x sin x plus 2 cos x. ഇത് ഇത്രയാണ് എന്തെന്ന് പറയുന്നത്? ഇത് dy by dx. ഇപ്പൊ നമുക്ക് കണ്ടുപിടിച്ച് കിട്ടിയത് എന്താണ്? d square y by dx square. ഈ ക്വസ്റ്റ്യനിൽ നമ്മൾ d square y by dx square മാത്രമല്ല, അതിന് കൂടെ തന്നെ ചെറിയ പാട്ടുണ്ട്. ഇതിന് പെട്ടെന്ന് നോക്കിയപ്പോൾ ഈ d square y by dx square മാത്രമാണ് വിചാരിച്ചത്. അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ എന്താ തന്നത്? പ്രൂവ് ചെയ്യാൻ ചോദിച്ചത് prove that d square y by dx square plus y is equal to 2 cos x എന്നാണ് തെളിയിക്കാൻ വെച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നമുക്ക് y equal to x sin x ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. d square y by dx square മാത്രമല്ല, അതിന്റെ കൂടെ ആയിട്ട് ആഡ് ചെയ്യണം, പ്ലസ് y ആഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടണം? 2 cos x കിട്ടണം. അപ്പോൾ നമുക്ക് ഇപ്പോൾ എന്ത് കിട്ടിയിട്ടുണ്ട്? d square y by dx square കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മുടെ ക്വസ്റ്റ്യനിലെ ആ ഇക്വേഷൻ കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്താ വരിക? ഇതാണ് നമ്മുടെ ഇക്വേഷൻ 2 എന്ന് പറയുന്നത്. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കൂ. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്താ? minus x sin x plus 2 cos x plus y. y എന്ന് പറഞ്ഞാൽ നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ട് ആരാണ് തന്നിട്ടുണ്ട്? that is equal to x sin x എന്ന് തന്നിട്ടുണ്ട്. അതിനുശേഷം ഇവിടെ minus x sin x ആണ്, ഇവിടെ ആരാണ്? plus x sin x ആണ്. ബാക്കി ആര് മാത്രമേ ഉള്ളൂ? that is equal to 2 cos x. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? നമ്മൾ പ്രൂവ് ചെയ്ത് ഡിഫറൻഷിയേറ്റ് ചെയ്ത്. അപ്പോൾ ഈ രീതിയിൽ അതിന് എത്ര മാർക്കാണ് ക്വസ്റ്റ്യന്? 7 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. ഈസിയാണ്. ശരിക്കും പ്രോഡക്റ്റ് റൂൾ അറിയുന്ന ഒരാൾക്ക് ഈസി ആയിട്ട് ചെയ്യാം. കുട്ടികൾക്ക് എവിടെ തെറ്റ് വെച്ചാൽ ഈ ഫസ്റ്റ് ഡിഫറൻസിയേഷൻ നന്നായി ചെയ്യും. സെക്കൻഡ് ഡിഫറൻസിയേഷൻ ചെയ്യുന്ന സമയത്ത് ഇതിന് എന്ത് അപ്ലൈ ചെയ്യാൻ മറന്നു പോകും? പ്രോഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യാൻ മറന്നു. ഇതിന് യു ആക്കി എടുക്കുക, അതിന് എന്താക്കി എടുക്കുക? വി ആക്കി എടുത്തിട്ട് അതിൻ്റെ മേലെ പ്രോഡക്റ്റും ചെയ്യണം. പിന്നെ ആരെ ഡിഫറൻഷിയേറ്റ് ചെയ്യണം? ഈ സൈൻസിൽ ഡിഫറൻഷിയേറ്റ് ചെയ്യണം. ഓക്കെ, ആ രീതിയിൽ ചെയ്തു പോവാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ടോട്ടൽ 42 മാർക്സും കിട്ടി. ടോട്ടൽ 75 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ് ഇപ്പോൾ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തത്. ഓക്കെ, ഇപ്പോൾ കുറച്ച് സ്പീഡ് കൂടിപ്പോയോ എന്ന് എനിക്കറിയില്ല. എന്നാലും മാക്സിമം ഞാൻ ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ സെറ്റ്, നിങ്ങളെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ സെറ്റ് 1 ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്? നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. എന്നെക്കൊണ്ട് ആവുന്ന രീതിയിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. പിന്നെ എക്സാമിൻ്റെ ഒരു കാര്യം, പോയിന്റ് ഓഫ് വ്യൂ എനിക്ക് കുറച്ച് കാര്യങ്ങൾ നമ്മളോട് പറയാനുണ്ട്.
എക്സാമിന് ആദ്യം നിങ്ങൾ എക്സാമിൽ കയറി കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് മനസ്സിരുത്തി വായിക്കുക. അതിൽ നിങ്ങൾക്ക് അറിയുന്നത് ഒക്കെ ഷഫിൾ ചെയ്തിട്ടായിരിക്കും, നമ്മൾ പഠിച്ചത് എല്ലാ മൊഡ്യൂളിലും ഷഫിൾ ചെയ്തിട്ടാവും ക്വസ്റ്റ്യൻ വരിക. അപ്പോൾ നിങ്ങൾ കോംപ്ലക്സ് നമ്പർ ആണ് നിങ്ങൾ ആദ്യം ചെയ്യാൻ ഉദ്ദേശിച്ചാൽ കോംപ്ലക്സ് നമ്പറിൻ്റെ സെക്ഷനൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് എവിടെയൊക്കെയാണ് എന്തൊക്കെയാണ് ക്വസ്റ്റ്യൻസ് എന്നൊക്കെ നോക്കുക. എന്നതിന് ശേഷം അതേപോലെ ട്രിഗ്നോമെട്രി എവിടെയാണ് അപ്പോൾ ഒരു മൈൻഡ് ആദ്യം സെറ്റ് ചെയ്ത് വെക്കുക ഏതൊക്കെയാണുള്ളത്. പിന്നെ കൂടുതൽ അറിയാത്ത ക്വസ്റ്റ്യനിൽ ആദ്യം തന്നെ ചെയ്ത് വെക്കരുത്. നിങ്ങൾക്ക് അറിയാവുന്ന ഏറ്റവും ബെറ്റർ ആയിട്ട് നിങ്ങൾക്ക് ആൻസറിലേക്ക് എത്താൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് നിങ്ങൾ എന്ത് ചെയ്യാം, ആദ്യം എഴുതാൻ നോക്കാം. ഏറ്റവും ബെറ്റർ ബി സെക്ഷനും സി സെക്ഷനും. സി തന്നെ തുടങ്ങുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. സി നന്നായിട്ട് എഴുതുക, ടൈമിൻ്റെ പ്രശ്നമൊന്നും വരില്ല. സി ബി അങ്ങനെ എന്തിലേക്ക് പോവാം, എ സെക്ഷനിലേക്ക് പോവാം. അപ്പോൾ നിങ്ങൾക്ക് അത്യാവശ്യം നിങ്ങളെ കൂടുതൽ മാർക്കുള്ള സെക്ഷൻസ് നിങ്ങൾ ആദ്യം കവർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ച് റിലാക്സേഷൻ ഫീൽ ചെയ്യും എക്സാം എഴുതുന്ന സമയത്ത്. പിന്നെ കുട്ടികളോട് പറയാനുള്ളത് യാതൊന്നും ടെൻഷൻ അടിക്കരുത്. എക്സാം നല്ല ഈസി ആയിരിക്കും. മാക്സിമം ടൈം ഇപ്പോഴും ഉണ്ട് നിങ്ങൾക്ക് പഠിക്കാൻ. ആ കിട്ടുന്ന ടൈം നിങ്ങൾ എക്സാമിൻ്റെ മുന്നേ കിട്ടുന്ന വരെയുള്ള ടൈം നിങ്ങൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യണം. അപ്പോൾ ബെസ്റ്റ് ഓഫ് ലക്ക് മൈ ഡിയർ ഓൾ സ്റ്റുഡൻസ്. നന്നായിട്ട് പരീക്ഷ എഴുതാം. ഓക്കെ, താങ്ക് യു.